One more movie from the Telugu Nadu. Starring യുവരത്ന ബാലയ്യ. 45 വയസ്സിലാണ് ഇവന്മാർ അങ്ങേരെ യുവരത്നമേ എന്ന് വിളിച്ചിരുന്നത്. രാജസ്നേഹിയായ ഒരു യുവാവിന്റെ കഥ, അപരാധങ്ങളുടെ ഒരു നിറകുടം. വിജേന്ദ്ര വർമ്മ, പവർ ഓഫ് എൻ ഇന്ത്യൻ ആർമി. ഒരു ആവറേജ് ഗാരു എന്തൂസിയാസ്റ്റിന് വേണ്ടതെല്ലാം ഈ പടത്തിലുണ്ട്. ഗാരുവിനെ പ്രേമിക്കാൻ 3 നായികമാർ. ഗാരുവിന്റെ അതിസാഹസികമായ ആക്ഷൻ രംഗങ്ങൾ. ബൈക്കിൽ പറന്നു വന്ന് ഇറങ്ങിയൊരു നിൽപ്പുണ്ടല്ലോ, സത്യം സർ, കോരി കോരി തരിച്ചുപോയി. ഗാരുവിന്റെ അർത്ഥവത്തായ ഗാനരംഗങ്ങൾ. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ്. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ഗാരുവും ഭാര്യയും മോളും ഒരു ഗ്രാമത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു പോവുകയാവും. കുടുംബത്തോട് അത്രയും സ്നേഹമുള്ള ഒരു യുവാവാണ് ഗാരു. ഇതിൽ ഗാരുവിന്റെ കുടുംബസ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ, ഒരു ദിവസം ഗാരുവിന്റെ മോളുടെ മൊയലിനെ ഒരു പരുന്ത് റാഞ്ചി വലിയൊരു മലയുടെ മുകളിൽ കൊണ്ടുവയ്ക്കും. അതറിഞ്ഞതും ഗാരു ആ മല അതിസാഹസികമായി കയറുകയാണ്. ഇങ്ങനെയുടെ എക്സ്പ്രഷൻ ആണ് അതിലും സാഹസികം. നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. അങ്ങനെ ഗാരു ആ മൊയലിനെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ചാടി സ്വന്തം ജീവൻ പണയം വെച്ച് അതിനെ അങ്ങ് എടുക്കും. ആ ലെവൽ കുടുംബസ്നേഹമാണ്. ഇനി ഗാരുവിന്റെ ഭാര്യയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഗാരുവിന്റെ ഭാര്യയാണ്. ഷീ വിൽ ബി ക്രീപ്പി. അങ്ങനെ അവർ ഹാപ്പിയായി ഡാൻസ് കളിച്ച് ജീവിച്ചു പോവുകയാവും. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഗാരുവിന് ഒരു മെമ്മറി ലോസ് ഉണ്ട്. അതായത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം മാത്രമേ ഗാരുവിന് ഓർമ്മയുള്ളൂ. അതിനു മുമ്പേ താൻ ആരായിരുന്നെന്നോ താൻ എന്തായിരുന്നെന്നോ ഒന്നും ഗാരുവിന് ഓർമ്മയില്ല. അങ്ങനെ ഇരിക്കുകയാണ് അത് സംഭവിക്കുന്നത്. ആ ഗ്രാമത്തിലേക്ക് ഒരു ബ്രേക്ക് പോയ ലോറി കയറി വരികയാണ്. അപ്പൊ തന്നെ ഗാരു കുറച്ച് പച്ചമുള വെച്ച് ആ ലോറിയെ പിടിച്ചു നിർത്തും. ഇവൻ ആരുടെ സ്പൈഡർമാനാ. എന്നിട്ട് അവർ ആ ലോറി ഡ്രൈവറെ ഗാരുവിന്റെ അമ്മായിപ്പന്റെ അടുത്തെത്തിക്കും. ആളൊരു ഡോക്ടറാണ്. മൂപ്പർ അയാളെ ചികിത്സിക്കുമ്പോൾ ആ ഡ്രൈവർ സംസാരിക്കുന്നതോ പഞ്ചാബി ഭാഷ. അത് അവിടെ ആർക്കും അറിയില്ല. ബട്ട് ഗൈസ്, ആ ഗ്രാമത്തിൽ ഗാരുവിന് മാത്രം പഞ്ചാബി മനസ്സിലാവുകയും അത് സംസാരിക്കാൻ പറ്റുകയും ചെയ്യും. അതോടെ ഗാരുവിന് വൺ ഡൗട്ട്, എനിക്ക് എങ്ങനെ ഈ പഞ്ചാബി ഒക്കെ അറിയുന്നത്? ഞാൻ ഇനി പണ്ട് വല്ല മല്ലു സിംഗും ആയിരുന്നു എന്നൊക്കെ. ഇതേപോലെ മറ്റൊരു ദിവസം ഗാരുവിന്റെ നാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ കുറച്ച് ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടുപോകും. അത് കണ്ടതും ഡ്രൈവിംഗ് അറിയാത്ത ഗാരു ഒരു ജീപ്പ് ഓടിച്ച് അവരുടെ മേലെ കൂടെ ചാടിച്ച് അവിടെ വന്ന് അടിയുണ്ടാക്കും. എന്നിട്ട് അവരെ രക്ഷിക്കും. ഇതെന്തോ നാട സൈക്കിളോ ഹാൻഡിൽ പിടിച്ച് പൊക്കാൻ. ആ സംഭവത്തോടു കൂടി ഗാരുവിന് ഭയങ്കര ഡൗട്ട് ആവുകയാണ്. എനിക്ക് എങ്ങനെ ഈ ഡ്രൈവിംഗ് പഞ്ചാബിയൊക്കെ അറിയുന്നത്? ശരിക്കും ഞാൻ ആരാണെന്നൊക്കെ. എന്നിട്ട് ആകെ കൺഫ്യൂഷനായ ഗാരു മൂപ്പരുടെ അമ്മായിപ്പന്റെ അടുത്ത് ചെന്ന് അത് ചോദിക്കുകയാണ്. ഞാൻ ആരാ ഏട്ടാ? അപ്പോഴാണ് ആ വലിയ രഹസ്യം അവർ ഗാരുവിനോട് പറയുന്നത്. അവർക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു പുഴയോരത്ത് കുറെ വെടിയുണ്ടൊക്കെ കൊണ്ട് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് കിടന്ന് കിട്ടിയതാണത്രേ ഗാരുവിനെ. അങ്ങനെ അവർ ഗാരുവിനെ എടുത്ത് ചികിത്സിപ്പിക്കും. ആ ചികിത്സക്കിടയിൽ ഗാരു ആ ഡോക്ടറിന്റെ മോളുടെ അടുത്ത് ഗാരുവിന്റെ തനി കുണം കാണിക്കും. അങ്ങനെ ഗതികെട്ട് ആ ഡോക്ടർ സ്വന്തം മോളെ ഗാരുവിനെ കൊണ്ട് അങ്ങ് കെട്ടിക്കും. അങ്ങനെയാണ് ഈ കൊച്ചൊക്കെ ഉണ്ടായത്. ഈ സത്യമൊക്കെ അറിഞ്ഞതോടുകൂടി ഗാരു ശരിക്കും ഞാൻ ആരാണെന്ന് അന്വേഷിക്കാൻ ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് ഒരു സിറ്റിയിലോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും സിറ്റിയിലോട്ടൊക്കെ പോയാൽ മൂപ്പര് വൻ അന്വേഷണമാവുമെന്നൊക്കെ. ബട്ട് അല്ല ഗൈസ്, ഗാരു അല്ലേ ആള്. ആ ഗ്രാമത്തിലെ നാടൻ ചിക്സിനൊക്കെ കണ്ടു മടുത്ത ഗാരു സിറ്റിയിലെത്തിയതും ആളാകെ മാറും. എന്നിട്ട് അവിടെയുള്ള ഒരു മോഡേൺ ചിക്കിന്റെ ഒപ്പം ഫുള്ള് ഡാൻസ് കളിയാവും. അതും വളരെ വ്യത്യസ്തമായ നൃത്ത ചുവടുകളാണ് ഗാരു നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. കയറും കപ്പിയും പറക്കും ഗാരു. ഗാരു 180. ഇങ്ങനെയുള്ള തിരക്ക് പിടിച്ച ഡാൻസുകൾക്കിടയിലും കോണി ഇറങ്ങിയും ബിൽഡിങ്ങുകൾ മൂട്ടിലുതിയ പേപ്പർ പ്ലെയിൻ പോലെ പറന്നു കടന്നും താൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഗാരു കുറച്ച് സമയം മാറ്റിവെച്ചിരുന്നു. ഇതേ സമയം അങ്ങ് ഗാരുവിന്റെ ഗ്രാമത്തിൽ നമ്മുടെ ഗാരുവിനെ അന്വേഷിച്ച് വില്ലന്മാർ അങ്ങോട്ട് എത്തുകയാണ്. പക്ഷെ ഗാരു അവിടെയില്ല, സിറ്റിയിലാണെന്ന് അറിഞ്ഞതും അവർ ഗാരുവിന്റെ ഭാര്യനെ മോളിനെ കിഡ്നാപ്പാക്കി സിറ്റിയിലേക്ക് പോകും. അങ്ങനെ ആ വില്ലന്മാർ ഗാരുവിന്റെ ഭാര്യനെ മോളിനെ കിഡ്നാപ്പാക്കി സിറ്റിയിലൂടെ പോകുമ്പോഴാണ് ഗാരു വളരെ യാദൃശ്ചികമായി ഗാരുവിന്റെ മോളെ അവർ തട്ടിക്കൊണ്ടു പോകുന്നത് കാണുന്നത്. അത് കണ്ടതും ഗാരു ഒരു ട്രെയിനൊക്കെ പാറിക്കടന്ന് പറന്നു വന്ന് അവര് ചേസാക്കി പിടിച്ച് വൻ സംഘർഷമാവും. അതിന്റെ ഇടയിൽ ഗാരുവിന്റെ ഭാര്യ അടി കൊണ്ട് റെയിൽവേ ട്രാക്കിൽ അങ്ങ് വീഴും. അപ്പൊ അതാ എന്നും ലേറ്റ് ആയി ഓടുന്ന
രപ്തി സാഗർ ഇന്ന് കറക്റ്റ് ടൈമിൽ അതുവഴി വരുന്നത്. എന്താ ഇത്ര ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ? അത് കണ്ടതും ഗാരു വില്ലന്മാരെ കടിച്ചിട്ട് ഭാര്യനെ മോളിനെ ട്രെയിനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവിടെ പോയി അവരെടുത്ത് ട്രാക്കിന്റെ നടുവിൽ അങ്ങ് കിടക്കും. അങ്ങനെ അവർ സേഫ് ആയി ട്രെയിനിന്റെ അടിയിൽ കിടക്കുമ്പോഴാണ് ആ ട്രെയിനിൽ ഒരുത്തൻ മൂത്രം ഒഴിക്കുന്നത്. ആ പുണ്യമൂത്രം നേരെ വന്ന് വീഴുന്നത് ഗാരുവിന്റെ മുഖത്താണ്. രസമുണ്ട്, നല്ല ചെറിയ ചൂടുണ്ട്. ആ മൂത്രം മുഖത്തായതും അത്ഭുതമെന്ന് പറയാമല്ലോ. ഗാരുവിന് തന്റെ മറന്നുപോയ ഓർമ്മകളൊക്കെ ഒരു റീല് പോലും സ്കിപ്പ് ചെയ്യാതെ തിരികെ കിട്ടുകയാണ്. ബട്ട് ഗൈസ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടിയപ്പോൾ ഗാരു പുതിയ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി. അടിപൊളി. അതായത് ഭാര്യനെയും കുട്ടീനെയും ഒക്കെ ഗാരു അങ്ങ് മറന്നു. എന്ത് തലയാടായി മരപ്പൊട്ടന്റെ. എനിക്ക് തോന്നണത് ആ മോഡേൺ ചിക്കുമായി ഡാൻസ് കളിച്ച് നടക്കാൻ വേണ്ടി ഗാരു ഇവരൊക്കെ അങ്ങ് മറന്ന പോലെ അഭിനയിക്കുകയാണെന്നാണ്. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഗാരുവിന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഗാരു അതിഭീകരനായ ഒരു പട്ടാളക്കാരനായിരുന്നു. അങ്ങനെ ഇരിക്കാണ് ഒരു വമ്പൻ പാകിസ്ഥാൻ ഭീകരൻ ഇന്ത്യയിലുള്ള അവരുടെ തീവ്രവാദികളെ ഒരു മന്ത്രിക്ക് 100 കോടി കൊടുത്ത് ജയിലിൽ നിറക്കി പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നത്. ആ വിവരം അറിഞ്ഞതും ഗാരു നേരെ എയർപോർട്ടിൽ ചെന്ന് പറന്നു പോകാൻ നിൽക്കുന്ന ഫ്ലൈറ്റിന്റെ ടയർ വെടിവെക്കും. എന്നിട്ട് അവന്മാരെയൊക്കെ കൊന്നുകളയും. അതോടുകൂടി തന്റെ തീവ്രവാദികളെ കൊന്ന ദേഷ്യത്തിൽ ആ പാകിസ്ഥാൻ ഭീകരൻ ഗാരുവിനെ കൊന്നുകളയുമെന്ന് പ്രതിജ്ഞയെടുക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ഗാരു ഒരു ചെറിയ ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയിരിക്കുകയാവും. ഗാരുവിന്റെ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പൊന്നു പോലത്തെ നാട്ടുകാരാണ് അവിടെ. മമ്മി മാത്രമുള്ള നമ്മുടെ ഗാരുവിനെ സ്ലേറ്റും പെൻസിലും ഒക്കെ വാങ്ങിക്കൊടുത്ത് പഠിപ്പിച്ച് പട്ടാളം ഗാരുവാക്കിയതൊക്കെ ഈ നാട്ടുകാരാണ്. ഇനി ഫ്ലാഷ് ബാക്കിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി പട്ടാളം ഗാരുവിന് നാട്ടിൽ ഒരു ഗേൾഫ്രണ്ടുമുണ്ട്. ഇവളുടെ ഒപ്പമാണ് പട്ടാളം ഗാരു പാകിസ്ഥാനെ വരെ വർപ്പിച്ച ആ ടഫ് സ്റ്റെപ്സ് കളിക്കുന്നത്. നോക്ക്, ഇത് നോക്ക്, നീ എന്തോന്നാ കടന്ന് കാണിക്കാതെ നോക്ക്. ആ പാവത്തിനെ പാവക്കൂത്തിൽ പാവേനെ കെട്ടിത്തൂക്കിയ പോലെ കയറിൽ കെട്ടിത്തൂക്കിയിട്ടാവും ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. സോ ഗൈസ്, ഈ ഡാൻസ് ഒന്നും കണ്ട് സഹിക്കാൻ വയ്യാതെ നാട്ടുകാരൊക്കെ കൂടി പട്ടാളം ഗാരുവിന്റെയും അവളുടെയും കല്യാണം അങ്ങ് ഉറപ്പിക്കും. അങ്ങനെ ആ കല്യാണം നടക്കുന്ന ദിവസമാണ് അത് സംഭവിക്കുന്നത്. ഗാരുവിന്റെ കല്യാണം കൂടാൻ വേണ്ടി അങ്ങരുടെ പട്ടാളം ഫ്രണ്ട്സ് വരുന്ന ട്രെയിൻ പോകുന്ന പാളത്തിൽ ആ തീവ്രവാദികൾ വന്ന് ബോംബ് വെക്കും. ഈ വിവരം അറിഞ്ഞതും ഗാരു ഒരു പൾസർ ബൈക്ക് എടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലും. എന്നിട്ട് ആ ട്രെയിനിന്റെ മേലേക്ക് ചാടി സബ്വേ സർഫേസ് കളിക്കും. എന്നിട്ട് ടോർക്ക് പടത്തിലെ പോലെ ആ ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടി ആ ട്രെയിനിലേക്ക് എങ്ങനെയൊക്കെയോ കയറി പറ്റും. ഇതേ സമയം മറ്റടുത്ത് ആ മെയിൻ തീവ്രവാദി ഗാരുവിന്റെ വീട്ടിൽ പോയി അവിടെയുള്ളവരെയും ഗാരുവിന്റെ കല്യാണ പെണ്ണിനെയും അങ്ങ് കൊന്നുകളയും. ഇവിടെ ട്രെയിനിലാണെങ്കിലോ ഗാരുവിന് വെടിയൊക്കെ കൊണ്ടിട്ടുണ്ടാവും. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഗാരു ആ ട്രെയിനിന്റെ എഞ്ചിന്റെ അവിടുന്ന് ജോയിന്റ് പിടിപ്പിക്കും. ലാസ്റ്റ് ആ ട്രെയിനിലുള്ളവരൊക്കെ രക്ഷിച്ച് നമ്മുടെ ഗാരു ആ പുഴയിലേക്ക് അങ്ങ് വീഴുകയാണ്. ഇങ്ങനെയാണ് ഗാരു ആ ഗ്രാമത്തിലേക്ക് എത്തിയതും ഒരു ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടായതും. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് ഒക്കെ അറിഞ്ഞതും ഗാരുവിന് അങ്ങ് ചൊറിഞ്ഞു വരും. എന്നിട്ട് ആ തീവ്രവാദിയൊക്കെ തീർക്കാനുള്ള മൈൻഡ് ആവും. ബട്ട് ഗൈസ്, ഇതേ സമയം ആ തീവ്രവാദി നമ്മുടെ ഗാരുവിന്റെ ഭാര്യനെ മോളിനെ കിഡ്നാപ്പ് ആക്കി കൊണ്ടുപോയിട്ടുണ്ടാവും. എന്നിട്ട് ഗാരുവിനോട് പറയും അവരെ വിട്ടുകിട്ടണമെങ്കിൽ നീ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്ന്. അത് കേട്ടതും ഗാരു ഒരു പാരച്യൂട്ട് എടുത്ത് അങ്ങോട്ടേക്ക് പബ്ജിയിലെ പോലെ പോയിക്കൊണ്ടിരിക്കുകയാവും. ഇതേ സമയം ആ തീവ്രവാദികളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പാവം പിടിച്ച മുസ്ലിം യുവാക്കളെ ആ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി തീവ്രവാദികളാക്കാൻ വേണ്ടി ഇന്ത്യൻ ഫ്ലാഗ് വെച്ച് അവന്മാരോട് അതിലേക്ക് വെടിവെക്കാൻ പറയും. ബട്ട് ഗൈസ്, അവന്മാര് റിയൽ ഇന്ത്യൻസ് ആണ്. അവന്മാർക്ക് അതിനൊന്നും പറ്റില്ല. പിന്നെ ഈ തീവ്രവാദികൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ മുസ്ലിം യുവാക്കളെയും ഗാരുവിന്റെ ഭാര്യനെ മോളിലും ഇങ്ങനെ നിരത്തി നിർത്തി ഇന്ത്യൻ ഫ്ലാഗ് എടുത്ത് നിലത്ത് വിരിച്ച് അതിന്റെ മേലെ ചവിട്ടാൻ പോകും. ബട്ട് ഗൈസ്, റിയൽ ഇന്ത്യൻസ് അതിന് സമ്മതിക്കില്ല. ഓരോ പ്രാവശ്യം ചവിട്ടുമ്പോഴേക്കും ഓരോരുത്തന്മാര് ഫ്ലാഗിന്റെ മേലെ കിടന്ന് ആ ചവിട്ട് ഏറ്റുവാങ്ങും. അങ്ങനെ ഒരു 10-15 ചവിട്ട് ആ മുസ്ലിം യുവാക്കൾ തടയും. എന്നിട്ട് തീവ്രവാദി അടുത്ത ചവിട്ട് ചവിട്ടുമ്പോഴേക്കും അതാ ഗാരുവിന്റെ ഭാര്യ വന്ന ചവിട്ടേറ്റ് വാങ്ങും. അത് കഴിഞ്ഞ് അടുത്ത ചവിട്ട് ചവിട്ടുമ്പോഴേക്കും ഇത് തീർന്നില്ലേ? ഗാരുവിന്റെ മോള് ആ കുഞ്ഞു പൈതൽ വന്ന് അവിടെ കിടക്കും. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? അതോടെ ദേഷ്യം വന്ന തീവ്രവാദി ആ കുരിപ്പിനെ എടുത്ത് അവിടുന്ന് വലിച്ചെറിയും. ഈ സമയത്താണ് പാരച്യൂട്ടിൽ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് ലാൻഡായ ഗാരു അങ്ങോട്ടേക്ക് ഓടി വന്ന് ഡോറ് ചവിട്ടി തുറന്ന് ആ കുഞ്ഞു പൈതൽ വീഴുമ്പോഴേക്കും വന്ന് ക്യാച്ച് ചെയ്യുന്നത്. എന്നിട്ട് ആ പതാകയിൽ ചവിട്ടാൻ നിൽക്കുന്ന തീവ്രവാദിയുടെ കാല് വെട്ടിക്കളയും ഗാരു. ഇന്ത്യയിലെ ടിക്ടോക്കോളുകൾ പോലും ഇമാതിരി ഒരു രാജ്യസ്നേഹം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അവസാനം അവിടെയുള്ള തീവ്രവാദികളൊക്കെ കൊല്ലാൻ വേണ്ടി ഗാരുവിന്റെ വമ്പൻ സംഘടന നടക്കുകയാണ്.
ഗാരു കടലാവും, തീയാവും, കണ്ണിന്ന് തീ വിടും. സാറിന്റെ കണ്ണീന്ന് തീപ്പൊരി വരുന്നില്ലേ? ഓ. എന്നിട്ട് അവിടെയുള്ള 2 തീവ്രവാദികളെ എടുത്ത് മണ്ണിൽ കുഴിച്ചിടും. പിന്നൊരുത്തനെ കയ്യിൽ ഇടിമിന്നൽ കെട്ടി ഷോക്ക് അടുപ്പിച്ച് കൊല്ലും. പിന്നീട് ഗാരുവിന്റെ അതിഭയങ്കരമായ അപരാധ പിറവികൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ. ഗാരു നരസിംഹമായി മാറും. അത് കഴിഞ്ഞ് ഭഗത് സിംഗായി മാറി കുറെ ആൾക്കാരെ കൊല്ലും. പിന്നെ സുഭാഷ് ചന്ദ്രബോസായി വരും. അതിന്റെ ഇടയിൽ ഏതോ ബാലി ടീമിന്റെ അടുത്ത് പോയി ഒരു രാജാവിന്റെ വേഷം കെട്ടി വന്ന് കുറച്ച് ആൾക്കാരെ അങ്ങ് കൊല്ലും. അതൊക്കെ കഴിഞ്ഞ അവസാനം ഒരു വെറൈറ്റി ഐറ്റം, താടി വെച്ച് ശ്രീരാമൻ. Bro, what are you talking about, man? യെസ് ഗൈസ്, രാമന്റെ വേഷം കെട്ടി വരും ഗാരു. രാമനൊക്കെ എന്നാടാ ഫ്രീഡം ഫൈറ്റർ ആയത്? അതിനോട് പ്രസക്തിയില്ല. അങ്ങനെ രാമന്റെ വേഷം കെട്ടിയ ഗാരു ഒരുത്തിന് അമ്പ ഇത് ഭൂമിക്കടിയിലാക്കി കൊടുക്കും. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? അങ്ങനെ ഈ ഫാൻസി ഡ്രസ് അപരാധം ഒന്നും സഹിക്കാൻ വയ്യാതെ ആ മെയിൻ തീവ്രവാദി അവിടുന്ന് ഇറങ്ങി ഒരു കുതിരപ്പുറത്ത് കയറി ഓടിപ്പോവും. പക്ഷെ നമ്മുടെ ഗാരു ഉണ്ടോ വിട്ടുകൊടുക്കുന്നു. ഗാരു ഒരു ഫ്ലൈറ്റ് എടുത്ത് വന്ന് അവന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ആ തീവ്രവാദിയെ ആകാശത്ത് നിന്ന് താഴേക്കിട്ട് അവന്റെ പള്ളക്കിട്ട് ഒരു ഇന്ത്യൻ കൊടിയും അങ്ങ് കുത്തി വെച്ച് കൊടുക്കും. എന്തൊക്കെ കാര്യങ്ങളാണ്? അവസാനം ഗാരു തന്റെ ഭാര്യനെയും കുട്ടീനെയും ആ മുസ്ലിം യുവാക്കളെയും കൂട്ടി ഇന്ത്യയിലേക്ക് വന്ന് ലാൻഡ് ആവും. പടം കഴിഞ്ഞ് कश्मीर से कन्याकुमारी तक കിഡ്നി വരെ അലിപ്പിച്ചു കളയുന്ന ഒരു പ്രണയകഥ. മഹാരഥി സ്റ്റാറിംഗ് ബാലയ്യ. അത് 3 ഗെറ്റപ്പിൽ ഒരു പാട്ടുമാഷ് ബാല, ഒരു ഡാൻസർ കൃഷ്ണ, ഒരു ഗുണ്ട ബാലകൃഷ്ണ. 3 പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ തെലുങ്കു നാട്ടിലെ നമ്പർ 1 മ്യൂസിക് കോളേജിന്റെ ഓണറിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി കുറച്ച് മീഡിയക്കാർ വരുന്നിടത്താണ്. വെൽക്കം. അപ്പൊ അയാൾ പറയും ഈ കോളേജ് ഇങ്ങനെ നമ്പർ 1 ആവാനുള്ള കാരണം ഇവിടുത്തെ പാട്ട് സാറാണെന്ന്. അത് മറ്റാരുമല്ല ഗൈസ്, നമ്മുടെ ബാലയ്യ. ഗാരു പിള്ളേരെ പാട്ട് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു മരത്തിന്റെ മണ്ടയിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഉയരത്തിലെത്താൻ വേണ്ടി ഗാരു ഉയരത്തിൽ നിന്നേ പാട്ട് പഠിപ്പിക്കുള്ളൂ. ഇത്രേ இவங்க இன்னும் உயரத்துக்கு வரதுக்காக நான் இன்னும் மேல நின்னு பாடம் எடுத்துட்டு இருக்கேன். സോ ഗൈസ്, ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ജയപ്രദയ്ക്ക് വൻ ദേഷ്യം വരും. എന്നിട്ട് ആ ദേഷ്യത്തില് അവര് പോയൊരു ഡാൻസ് കളിക്കും. അപ്പൊ ഈ ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജയപ്രദ ഒരു ഡാൻസ് കോളേജ് നടത്തി വരികയാവും. അപ്പൊ ഇവരൊക്കെ പിന്തള്ളിയിട്ടാണ് ആ മ്യൂസിക് കോളേജ് നമ്പർ 1 ആയത്. അതിന്റെ കഴപ്പാണ് നമ്മളിപ്പോ കണ്ട ഡാൻസ്. സോ ഇനി ആ മ്യൂസിക് കോളേജ് പോലെ നമ്മുടെ ഡാൻസ് കോളേജ് നമ്പർ 1 ആവാൻ വേണ്ടി ജയപ്രദ ആ മ്യൂസിക് കോളേജിലെ ടീച്ചറെ പോലൊരു ടീച്ചറെ ഇവിടെയും കൊണ്ടുവരാൻ നിൽക്കുകയാണ്. എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ ആദ്യം അടിച്ചെറിഞ്ഞ ഡാൻസ് മാസ്റ്റർ കൃഷ്ണ. തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക്ഔട്ട് ആവും നമുക്ക് predict ചെയ്യാൻ പറ്റില്ല. പാട്ടുകാരൻ നിന്ന് ഡാൻസർ ആവാൻ ബാലയ്ക്ക് ഒരു ഉണക്കമുന്തിരിയുടെ പോലും ആവശ്യം വന്നില്ല. 1 രൂപയുടെ പാരച്യൂട്ടിന്റെ പാക്കറ്റ് വാങ്ങി തലേ തെച്ച് മുടി ഒന്ന് സൈഡിലേക്ക് അങ്ങ് ചീകിയിടും. ഇനി പെറ്റ് തള്ള കണ്ട പോലും തിരിച്ചറിയില്ല. അപ്പൊ ഈ ഡാൻസ് മാസ്റ്റർ കൃഷ്ണനെ പറ്റി പറയുകയാണെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്ന ഒരു നർത്തകൻ. நீ சம்பாதிக்கிற எல்லா காசையும் கொடுக்கறத நினைக்கும் போது உண்மையிலேயே நீ பெரிய ஆளு தான்ப்பா. മൂപ്പരി തെലുങ്ക് നാട്ടിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡാൻസർ ആണ്. മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് എന്താ കളിക്കുന്നപ്പോ? ഗാരു ഒരു ഡാൻസ് ഷോ വെച്ചാൽ നാട്ടിലെ പിള്ളേരൊക്കെ ടിക്കറ്റിന് വേണ്ടി തല്ലും പിടിയാവും ഈ ഡാൻസ് കാണാൻ വേണ്ടിട്ട്. അങ്ങനെ ഈ ഡാൻസ് കണ്ട ജയപ്രദ ബാലയ്യനെ ഡാൻസ് കോളേജിന്റെ സാറായി വിളിക്കും. ബാലയ്യ ഓക്കെ എന്നും പറയും. நாளையில இருந்து நான் கிளாஸ் ஆரம்பிக்கிறேன் மேடம். അത് കാര്യം കണ്ട പെണ്ണുങ്ങളെ കണ്ട ബാലയ്ക്ക് മൂടാമെന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ ഇതിൽ പെണ്ണുങ്ങളെ കണ്ടാൽ മാത്രമല്ല. ഇതേ സമയം മറ്റേ പാട്ടു കോളേജിൽ അതിന്റെ ഓണറിന്റെ മോള് വരികയാണ്. 10 രൂപ കൊടുത്താൽ 1000 രൂപയുടെ അഭിനയം കാഴ്ചവെക്കുന്ന ദി എന്റർപ്രൈസ് സ്റ്റാർ മീര ജാസ്മിൻ. അങ്ങനെ ആ ഓണറും മോളും മ്യൂസിക് സാറും കൂടി അവിടെ സന്തോഷമായി ജീവിച്ചു വരികയാവും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മീര ജാസ്മിൻ ഒരു ദിവസം ഒരു മാളിലൂടെ നടക്കുമ്പോൾ ഡാൻസ് മാസ്റ്റർ ബാലയെ കണ്ടുമുട്ടുന്നത്. ആദ്യം മുട്ടലേ പ്രണയം എന്ന പോലെ ആ ലുക്സിന്റെ മുന്നിൽ മീര ജാസ്മിൻ വീണു പോവുകയാണ്.
എന്നിട്ട് നേരെ പാട്ട് സർ ബാലയുടെ അടുത്ത് വന്ന് പറയും ഞാൻ ഇന്നൊരുത്തിനെ കണ്ടു വൻ ലുക്കാണെന്നൊക്കെ. അവരുടെ ലുക്ക് അവരുടെ വാക്ക് അതെല്ലാം ശരിയാണ് കിക്ക്. അങ്ങനെ ഈ തള്ളൊക്കെ കേട്ടതും മീര ജാസ്മിന്റെ പ്രണയത്തിന് പാട്ടുപാലന്റെ വൻ സപ്പോർട്ട്. നീ അവനെ പ്രേമിക്കേ, അതിനുവേണ്ടി നീ ആദ്യം പോയി അവന്റെ ഡാൻസ് ക്ലാസ്സിന് ചേരുന്നൊക്കെ പറഞ്ഞ് ടിപ്സ് ഒക്കെ കൊടുക്കും. അത് കേട്ട മീര ജാസ്മിൻ അടുത്ത ദിവസം തന്നെ നേരെ പോയ ഡാൻസ് ക്ലാസ്സിൽ ചേരും. അങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ ചേർന്ന ആദ്യ ദിവസം തന്നെ നമ്മുടെ ഡാൻസ് മാസ്റ്റർ ബാലയുടെ ഡാൻസ് കണ്ട് കണ്ണു തള്ളി മീര ജാസ്മിന്റെ പ്രണയം കോൺക്രീറ്റ് ഇട്ട പോലെ ഉറച്ചു പോവുകയാണ്. ഇതാണ് ആ അത്യുച്ചല ഡാൻസ്. സോ മീര ജാസ്മിന് തോന്നിയ ഈ പ്രേമം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ആ പാട്ടുകാരൻ ബാലയ്യ മീര ജാസ്മിന് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. അതെന്താന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുമ്പോൾ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് തലയുടെ അടിയിൽ കൈവച്ച് കിടന്നുറങ്ങണം. എന്നിട്ട് 100 പ്രാവശ്യം ഡാൻസ് മാസ്റ്റർ കൃഷ്ണ ഡാൻസ് മാസ്റ്റർ കൃഷ്ണ എന്ന് പറയുക. അങ്ങനെ 100ാമത്തെ പ്രാവശ്യം ആ കൈ ഉയർത്താൽ അത് ഒറിജിനൽ പ്രേമമാണത്രേ. ഓരോരോ തട്ടിപ്പുകളെ. ഈ പെണ്ണാണെങ്കിൽ അതും വിശ്വസിച്ച് അങ്ങനെ തലേമ കൈയും വെച്ചങ്ങ് കിടക്കും. എന്നിട്ട് ആ കൈയും വേർക്കും. യെസ് ഗൈസ്, ഒറിജിനൽ പ്രേമം കൺഫേംഡ്. അങ്ങനെ തന്റെ പ്രേമം ഒറിജിനൽ ആണെന്ന് മനസ്സിലാക്കിയ മീര ജാസ്മിൻ ഡാൻസർ ബാലയെ വശീകരിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ ഗൈസ്, ഡാൻസ് മാസ്റ്റർ കൃഷ്ണയ്ക്ക് അവളോട് യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ഉടമ്പിങ്ക മനസ്സ് എങ്കിയോ കണ്ണുക്കുള്ള നടിപ്പ്. ഓ, ഓളുടെ ഒരു അഭിനയം നോക്ക്. അങ്ങനെ വശീകരണത്തിലൊന്നും ഡാൻസ് മാസ്റ്റർ കൃഷ്ണൻ വീഴില്ലെന്ന് മനസ്സിലാക്കിയ മീര ജാസ്മിൻ ഗാരുവിനോട് നേരിട്ട് കാര്യം പറയാൻ വേണ്ടി ഗാരുവിന്റെ വീട് പൊളിച്ചു കയറി അലമാരയിൽ ഒളിച്ചിരിക്കും. ആ സമയത്താവും ഡാൻസ് മാസ്റ്റർ കൃഷ്ണൻ റൂമിലേക്ക് കയറി വന്ന് ഷർട്ടും പാന്റും ഒരു സ്നഗ്ഗി ഇട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് ആ ബിർള വൈറ്റിന്റെ സ്നഗ്ഗി ഉരാൻ നിൽക്കുന്ന സമയത്ത് മീര ജാസ്മിൻ ഉള്ള ജീവനം കൊണ്ട് ഒച്ച വെച്ച് പുറത്തിറങ്ങും. എടാ, എന്തിനാടാ ഇങ്ങനെ ഒരു സീന്? എന്ത് പർപ്പസ് ആണ് അതിനുള്ളത്? ഒരു നായകന്റെ 6 പാക്കോ അല്ലെങ്കിൽ വിങ്സോ ഒക്കെ കാണിക്കാനാണെങ്കിൽ ഓക്കെ, പോട്ടെ എന്ന് വെക്കാം. അല്ലാതെ ഇതാരടാ ബാലയുടെ വെള്ളജെഡ്ഡിയും കണ്ട് നിർവൃത്തി അണയാൻ പോകുന്നത്? സോ ഗൈസ്, ആ സീനിന് അവസാനം എന്തൊക്കെയോ കണ്ട് ഭയന്ന് വിറച്ച മീര ജാസ്മിൻ അവളുടെ പ്രേമം ഗാരുവിനോട് തുറന്നു പറയുകയാണ്. ലവ്വാ? യാര? എന്നയാ? മീ? ഇവൾക്ക് ഈ പടത്തിൽ എത്ര കോടി കൊടുത്താലും അത് കുറവാന്നേ ഞാൻ പറയത്തുള്ളൂ. അമ്മാതിരി പെർഫോമൻസ് അല്ലേ? കൂടുതൽ നന്നായി പോയോ? ഇതേ സമയം മീര ജാസ്മിന്റെ ഡാഡി അവൾക്ക് വേണ്ടിയുള്ള കല്യാണ ചെക്കിന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാവും. இதுதான் டாக்டர் அருண், கலிபோர்னியா. இந்த பையன் சாஃப்ட்வேர் இன்ஜினியர், இவன் ஆர்கிடெக்ட், நம்ம சொந்தக்காரன் தான். ലോകത്തെ എല്ലാ മോഡൽസും ആ മാട്രിമോണിയിൽ വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഗൈസ്, ഈ കല്യാണ പ്രഷർ താങ്ങാൻ പറ്റാതെ മീര ജാസ്മിൻ അവളുടെ ഡാഡിയോട് ഞാൻ ഡാൻസ് മാസ്റ്റർ ബാലയെ പ്രേമിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. താൻ പൊന്നുപോലെ വളർത്തിയ മോള് ഇക്കണ്ട മോഡൽസിനൊക്കെ വിട്ട് ഒരു കിളവന്റെ ഒപ്പം പോവാന്ന് പറഞ്ഞാൽ ഏത് തന്തയ്ക്ക് സഹിക്കാൻ പറ്റുക? ഇയാളും അതിന് സമ്മതിച്ചില്ല. അത് കേട്ടതോടുകൂടി മീര ജാസ്മിന് ഭ്രാന്ത് ഇളകുകയാണ്. അങ്ങനെ ഗതികെട്ട് അവളുടെ ഡാഡി ആ ഡാൻസ് മാസ്റ്റർ കൃഷ്ണനെ പറ്റി അറിയാൻ വേണ്ടി ആ ഡാൻസ് സ്കൂളിന്റെ ഓണറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അതെന്താന്ന് വെച്ചാൽ ആ മ്യൂസിക് കോളേജിന്റെ ഓണറും ഡാൻസ് കോളേജിന്റെ ഓണറും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അത്രേ. ഇവരുടെ മോളാണ് മീര ജാസ്മിൻ. ചെറുപ്പത്തിലെ ഡിവോഴ്സ് ആയോണ്ട് ഡാഡിയുടെ ഒപ്പമാണ് അവൾ വളർന്നത്. സോ ഇവർ രണ്ടുപേരും കൂടി നമ്മുടെ ഡാൻസ് മാസ്റ്റർ കൃഷ്ണന്റെ അടുത്ത് പോയി മീര ജാസ്മിനെ കല്യാണം കഴിക്കണമെന്ന് പറയുകയാണ്. അപ്പൊ ബാലയെ പറയും എനിക്ക് സൗകര്യമില്ലെന്ന്. എന്നിട്ട് അവരോട് ഇതുവരെ നിങ്ങൾ കണ്ടതൊക്കെ എന്റെ ഒരു കളിയാണെന്ന് പറഞ്ഞ് ഒരു വേറെ ലെവൽ ട്വിസ്റ്റ് റിവീലാക്കും. ബാലയ സിനിമകളിൽ അപൂർവമായി കാണുന്ന ഒരു ട്വിസ്റ്റ്. ഈ പടത്തിൽ ബാലയ ഡബിൾ റോൾ അല്ല അത്രേ. ആ പാട്ടും മാഷും ഈ ഡാൻസ് മാഷും ഒരാളാണ്. നിങ്ങളുടെ മോളെ ആ പാട്ടും മാഷിനെയും കൊണ്ട് പ്രോത്സാഹനം കൊടുപ്പിച്ച് ഡാൻസ് മാഷിനെ പ്രേമിപ്പിച്ചതാണെന്നും പറഞ്ഞ് അവിടെ അന്യം കളിക്കും. എന്നിട്ട് ഒരു കാര്യം കൂടി പറയും, എനിക്ക് ഈ പാട്ട് മാഷ് ബാലയും ഡാൻസ് മാഷ് കൃഷ്ണയും അല്ലാതെ വേറൊരു അപരാധവും കൂടിയുണ്ട്. ബാല പ്ലസ് കൃഷ്ണ, ബാലകൃഷ്ണ. അപ്പൊ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കടലോര ഗ്രാമത്തിലാണ് ഇതിനാധാരമായ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാവരും നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള ഹോസ്റ്റലിൽ സ്നേഹ വന്ന് താമസമാക്കുകയാണ്. ഈ സമയത്താവും സ്ഥലത്തെ എസ്ഐയുടെ ഭാര്യയുടെ കാലിന്റെ ഇടയിൽ സൈക്കിൾ കയറ്റി എന്ന കേസിൽ ബാലയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോലീസ് വരുന്നത്. எங்க சிஐயோட 2வது பொண்டாட்டியோட 2 காலுக்கு நடுவுல இடிச்சிட்டு അപ്പോഴേക്കും ബാലയ്യ അവരെയൊക്കെ അടിച്ചിട്ട് അവിടുന്ന് ചാടി ഓടും. ആ ചാട്ടത്തിലാണ് സ്നേഹ ബാലയിൽ വീണു പോകുന്നത്.
ഈ ചാടിയുള്ള ഓട്ടമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മൂപ്പർ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണെന്ന്. ബട്ട് ഗൈസ്, ഗാരു നേരെ ഓടിയെത്തിയത് കോടതി മുറിയിലേക്കാണ്. എന്നിട്ട് എസ്ഐയുടെ ഭാര്യയുടെ കാലിന്റെ ഇടയിൽ സൈക്കിൾ കയറ്റിയ കുറ്റത്തിന് 2 മാസം ശിക്ഷയും വാങ്ങി ജയിലിലേക്ക് പോവാൻ നിൽക്കുകയാവും. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ആ എസ്ഐയുടെ ഭാര്യയുടെ കാലിന്റെ ഇടയിൽ സൈക്കിൾ കയറ്റിയത് ശരിക്കും ബാലയല്ല, ഈ കിളവനാണ്. അയാളുടെ മോളുടെ കല്യാണം ആയതുകൊണ്ട് അത് മുടങ്ങാതിരിക്കാൻ വേണ്ടി ഗാരു ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോകുന്നതാണ്. ഗാരുവിന്റെ പുണ്യപ്രവൃത്തിയും പിന്നെ ആ ചാട്ടവും ഒക്കെ കണ്ട് സ്നേഹ അങ്ങ് ഫ്ലാറ്റ് ആവും. സോ ഗൈസ്, ഇനി ഈ ഫ്ലാഷ് ബാക്കിൽ ഒരു ഫൈറ്റ് ഇടാൻ വേണ്ടി ഒരു വില്ലനെ വേണം. അതുകൊണ്ട് ഗാരു പോയ ജയിലിൽ നമ്മുടെ ഡയറക്ടർ ഗജിനി ഇറക്കും. സാധാരണ വില്ലന്മാർക്ക് ഓരോ പ്രശ്നങ്ങളാണല്ലോ. അവന്റെ ബ്രദറിനെ കൊന്നോ അല്ലെങ്കിൽ വല്ല സാമ്പത്തിക തട്ടിപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. പക്ഷെ ഗജിനിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ നിലയും വിലയും വെച്ച് ഇവൻ ഈ ലോക്കൽ ജയിലിലൊന്നും കിടക്കേണ്ട ആളല്ലെന്ന്. ഇവരങ്ങ് തിഹാർ ജയിലിലേക്ക് മാറ്റണമെന്നാണ് ഇവന്റെ ആവശ്യം. என் வாழ்க்கையில இந்த மாதிரி ஒரு கேவலமான ஜெயில நான் இதுவரைக்கும் இருந்ததே இல்ல. உடனே எங்க இருந்து என்ன திகார் ஜெயிலுக்கு மாத்த சொல்லுங்க. ഓരോരുത്തർക്കും ഓരോ കഴപ്പ്. അങ്ങനെ തിഹാർ ജയിലിലേക്ക് പോകണമെന്ന ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഗജിനി ഈ ജയിലിലുള്ള ഏതെങ്കിലും ഒരുത്തനെ ഇടിച്ച് പഞ്ഞിക്കിട്ട് നേരെ തിഹാർ ജയിലിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാവും. അതിനു വേണ്ടി ഗജിനി സെലക്ട് ചെയ്ത ആളാണ് നമ്മുടെ ബാലയ്യ. പിന്നെ എന്താ ഉണ്ടാവെന്ന് പറയണ്ടല്ലോ. സോ ആ ഗജിനെ അടിച്ച് പഞ്ഞിക്കിട്ടതിന്റെ പ്രത്യുപകാരമായി പോലീസുകാർ ഗാരുവിനെ ജയിലിൽ നിന്ന് വെറുതെ വിടും. എന്നിട്ട് നേരെ ഒരു സോങ് ആണ്. ആ ഡാൻസ് നമ്മുടെ സ്നേഹ യൂട്യൂബിൽ ഇരുന്ന് കണ്ട് അങ്ങ് വെള്ളം ഒലിപ്പിക്കുകയാണ്. സൂപ്പർബ്, സിംപ്ലി ബ്യൂട്ടിഫുൾ. അങ്ങനെ വികാരം സഹിക്കാൻ വയ്യാതെ സ്നേഹ നേരെ പോയി ഗാരുവിനെ അങ്ങ് പ്രപ്പോസ് ആക്കും. ഐ ലവ് യു. അതിന്റെ മറുപടി അറിയാൻ വേണ്ടി അവൾ അടുത്ത ദിവസം ഗാരുവിനെ കാണാൻ പോകും. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ യെസ് ഓർ നോ അതായിരിക്കുമല്ലോ മറുപടി. പക്ഷെ ഇവിടെയാണ് ഗാരു വ്യത്യസ്തനാവുന്നത്. ഗാരു അവളോട് ഒരു കത്ത് ചോദിക്കും. ஒரு நாள் பூரா உன்னை நான் மொத்தமா அனுபவிக்கணும். അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവൾ അപ്പൊ തന്നെ ചെല്ലടിച്ച് പൊളിക്കുമെന്ന്. പക്ഷേ അതൊന്നും ഇവിടെ നടന്നില്ല. ആ ചോദ്യം കേട്ടതും സ്നേഹ പറയും ഞാൻ ഒത്തുക്കറേൻ. എന്നിട്ട് അവർ രണ്ടുപേരും ഒരു റൂമിലേക്ക് പോയി ഷടപടെ പരിപാടി നടത്താനുള്ള തയ്യാറെടുപ്പിലാവും. അപ്പൊ ബാലിലേക്ക് ഒരു തോന്നൽ, ഓ ഇത്ര നല്ല കൊച്ചല്ലേ, അവൾക്കൊരു പ്രോത്സാഹനത്തിന് വേണ്ടി കുറച്ച് പൈസ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിക്കും. അത് സ്നേഹയ്ക്ക് ഇഷ്ടമാവില്ല. ഈ സ്നേഹയുടെ പരിശുദ്ധ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലേ നിനക്ക് എന്ന് പറഞ്ഞ് ഗാരുവിന്റെ ബോധക്കിട്ട് ഒരു അടിയാ വെച്ചു കൊടുക്കും. അങ്ങനെ വിഷമം കൊണ്ട് നാട് വിട്ടു പോവാൻ നിൽക്കുകയാവും സ്നേഹ. അപ്പോഴാണ് സ്നേഹയുടെ സ്നേഹം മനസ്സിലാക്കിയ ഗാരു അവിടെ വരുന്നത്. എന്നിട്ട് ഗാരു സ്നേഹയോട് പറയും, நீ அடிச்சது இங்க, எனக்கு வலிச்சது இங்க. അങ്ങനെ അവര് സെറ്റാവും. ഇത്രയും നല്ല പ്രണയകഥയൊക്കെ ഒരു മനുഷ്യന് എഴുതാൻ പറ്റുക പറയുന്നത് ഒരു അത്ഭുതം തന്നെ. ഇതൊക്കെ എന്ത്? ഈ സമയത്താവും മറ്റേ ഗജനി ജയിലിൽ നിന്ന് അടി കിട്ടിയതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ഗാരുവിന്റെ ഗ്രാമത്തിലേക്ക് ഒരു ഫയർ എഞ്ചിന് കൊണ്ടുവരുന്നത്. എന്നിട്ട് നാട്ടുകാരുടെ മേത്തിക്കൊക്കെ വെള്ളമടിക്കും. ഇതിൽ വരുന്ന വെള്ളത്തിന് വൻ ഫോഴ്സ് ആണ്. നാട്ടുകാരൊക്കെ അങ്ങ് തെറിച്ചു പോകും. മാത്രമല്ല വെള്ളത്തിന്റെ ഒപ്പം കുറച്ച് കൊടുങ്കാറ്റും കൂടി അടിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അങ്ങനെ തന്റെ നാട്ടുകാർ ആക്രമിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞതും അവിടേക്ക് ഗാരു വന്ന് ആ വെള്ളത്തിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ എസ്കേപ്പ് ആവും. എന്നിട്ട് അവസാനം ഗാരു ആ ഫയർ എഞ്ചിനിൽ കയറി ആ ഗജനിനെ വെള്ളമടിച്ച് കടലിൽ കൊണ്ടിടും. ആ ചാപ്റ്റർ ഫിനിഷ്ഡ്. എന്താണ് എഴുതി വെച്ചേക്കുന്നത്? ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥയിൽ ഒരു വഴിത്തിരിവ് വരുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ സ്നേഹിയുടെ മമ്മിയാണ് ജയപ്രദ. അതായത് ആ പാട്ട് കോളേജിന്റെയും ഡാൻസ് കോളേജിന്റെയും ഓണേഴ്സിന്റെ മൂത്ത മോളാണ് സ്നേഹ. അവര് ഡിവോഴ്സ് ആയതിനു ശേഷം ഷീസ് ലിവിംഗ് വിത്ത് ജയപ്രദ. അപ്പൊ സ്നേഹ ജയപ്രദയോട് വന്ന് പറയും, എനിക്ക് ഗാരുവിന് ഇഷ്ടമാണ്, കല്യാണം നടത്തി തരണമെന്ന്. അത് കേട്ടതും അവര് ഗാരുവിന്റെ മമ്മി വിളിച്ച് ഇങ്ങനെ പറയും, നിന്റെ മോനെ പോലത്തെ ഒരു ഉളയ്ക്കൊന്നും എന്റെ മോളെ കെട്ടിച്ചു തരില്ല എന്ന്. ആ അപമാനത്തിൽ ബോധം പോയ ഗാരുവിന്റെ മമ്മി റോഡിൽ കൂടെ നടക്കുമ്പോൾ ആക്സിഡന്റ് ആയി ഡെഡ് ആവുകയാണ്. ഗാരുവിന്റെ മമ്മിയുടെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി പോയ ഗാരു ആകെ തകരുകയാണ്. നീ എനിക്ക് ടാറ്റാ തരുമല്ലടാ. കുറ്റം പറയരുതല്ലോ. ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവരും കൊടുത്ത പൈസയുടെ ഇരട്ടി പണിയെടുത്ത് പടം റിലീസിന് മുന്നേ തന്നെ പ്രൊഡ്യൂസർക്ക് ലാഭമാക്കി കൊടുത്തു. അതൊക്കെ നമുക്ക് വിടാം. പക്ഷെ ഇതേപോലൊരു അത്യുജ്വല പ്രകടനം ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ തന്റെ മമ്മി കാരണമാണ് ഗാരുവിന്റെ മമ്മി ഡെഡ് ആയതെന്ന് മനസ്സിലാക്കിയ സ്നേഹ ടെറസിന്റെ മുകളിൽ കയറി ചാടി ആത്മഹത്യ ചെയ്യും. അതോടുകൂടി നമ്മുടെ ബാലയ്ക്ക് ഡബിൾ ഡിപ്രഷൻ ആവും.
എന്നിട്ട് മൂപ്പര ഡിപ്രഷൻ മാറാൻ വേണ്ടി അങ്ങ് ഋഷികേശിൽ ചുറ്റി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് സൈഡിലൂടെ ഗംഗാ നദി ഒഴുകി പോകുന്നത് കാണുന്നത്. അപ്പൊ തന്നെ ഗാരു അതിലിറങ്ങി ഒരു കോരി വെള്ളം അങ്ങെടുക്കും. അപ്പതാ അതിൽ സ്നേഹയുടെ പ്രേതം. എന്നിട്ട് ആ പ്രേതം ബാലയനോട് ഇങ്ങനെ പറയും, നീ എന്നെ പ്രേമിച്ച പോലെ എന്റെ പെങ്ങളും മീര ജാസ്മിനെയും പ്രേമിക്കണമെന്ന്. என் மேல உனக்கு இருந்த காதல நீ என் தங்கச்சி மேலயும் காட்டணும். ആ വാക്ക് നിറവേറ്റാൻ വേണ്ടി ഗാരു നടത്തിയ നാടകമാണ് ഈ പാട്ട് മാഷിന്റെയും ഡാൻസ് മാഷിന്റെയും ഒക്കെ എന്ന് പറയും. ഇത് കേട്ടതോടുകൂടി ജയപ്രദയും ഭർത്താവും ഒക്കെ ഗാരുവിനെ തൊഴുത് ഇങ്ങനെ നിൽക്കും. സംഭവം ഗാരുവിന് സ്നേഹയുടെ പെങ്ങളെ കെട്ടണം, അതിനുവേണ്ടി ഉരുട്ടിയൊരു കഥയാണിത്. എല്ലാവരെയും ഇഷ്ടപ്പെടുക. അവസാനം ഗാരു ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന മീര ജാസ്മിനെയും കൂട്ടി അവിടുന്ന് പോകും. ഇവിടെ അവസാനിക്കുകയാണ് ഈ പ്രണയകാവ്യം. പടം കഴിഞ്ഞു. നമ്മുടെ ബാലയഗാരു കാസ്റ്റും വെട്ടിച്ചുരുക്കി ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി ട്രിപ്പിൾ റോളിൽ വന്നൊരു പടം. രണ്ടുപേരുടെ റെമ്യൂണറേഷൻ തന്നാ. അപ്പൂപ്പൻ ഗാരു, ഡാഡി ഗാരു, സൺ ഗാരു എല്ലാം ബാലയന്നെ. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. അതിനായ കുട്ടു. അപ്പൊ പടം തുടങ്ങുമ്പോ തന്നെ ഗ്രാൻഡ് പാ ഗാരു നാട്ടിൽ വൻ പവറുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവും. അങ്ങേരെ ഒരു ചെറിയ ചെക്കൻ വന്ന് കൊല്ലും. പേടിക്കണ്ട, പടം കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനി 2 കൂടി ഉണ്ട്. പിന്നീട് 15 വർഷങ്ങൾക്ക് ശേഷം ഗ്രാൻഡ് പാ ഗാരുവിനെ പോലെ തന്നെ ഡാഡി ഗാരുവും അനീതിക്കെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവും. ഈ സമയത്താവുമ്പോ ഒരു ജയിലിൽ ഗജിനെ കാണാൻ വേണ്ടി ഒരു പോലീസ് വന്നിട്ട് പറയും, നീ കുറെ ആയില്ല ഡാഡി ഗാരുവിനെ കൊല്ലാൻ നോക്കുന്നു, ഇപ്പൊ നല്ലൊരു ചാൻസ് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ഗജിനെ ആ പോലീസിന്റെ തൊട്ടടുത്തുള്ള ഒരുത്തനെ കൊന്നിട്ട് പറയും, ഡാഡി ഗാരുവിന്റെ ആളെ അടുത്ത് നിർത്തിയിട്ടാണോടാ മണ്ട അവനെ കൊല്ലുന്ന കാര്യം പ്ലാൻ ആക്കുന്നത്. അപ്പൊ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഗാരുവിന്റെ സ്റ്റെപ്പ് ബ്രദറിന്റെ മോൾ ദീപ്തി നാട്ടിലേക്ക് വരുന്നുണ്ട്. അവളെ ട്രാപ്പാക്കി ഡാഡി ഗാരുവിനെ വരുത്തി അവനെ തട്ടാം എന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുംബൈ നഗരം അവിടെ ഒരു പെൺകുട്ടിയെ ഒരു മന്ത്രിയുടെ മകൻ റേപ്പ് ചെയ്യുകയാണ്. നാട്ടിൽ എവിടെ അനീതി നടന്നാലും അവിടെ ഗാരുവിന്റെ ഒരു അപരാധം പ്രത്യക്ഷപ്പെടണമല്ലോ. അങ്ങനെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവിടെ സംഗാരു അപരാധിക്കുകയാണ്. സംഗാരു വന്ന മന്ത്രിയുടെ മോന്റെ സ്ത്രീധനക്കായ ചവിട്ടി പൊട്ടിക്കും. എന്നിട്ട് അടുക്കളയിൽ പോയി എണ്ണ തിളപ്പിച്ച് അവന്റെ മോന്തയ്ക്ക് ഒഴിക്കും. അപ്പൊ സംഗാരുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഗാരുവിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇയാള് വീട്ടിൽ നിന്ന് കിഡ്നാപ്പാക്കി കൊണ്ടുപോയി ഒരു പ്രൊഫഷണൽ ഗുണ്ടയാക്കി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊത്തപേട്ട റൗഡി, ബജാർ റൗഡി, റംഗൂൺ റൗഡി, ടൂ ടൗൺ റൗഡി, അസംബ്ലി റൗഡി, ഒന്നുമില്ലേ, സ്റ്റേറ്റ് റൗഡി. ആയിക്കോട്ടെ. ഈ സമയത്താണ് അയാൾക്ക് ഗജിനി മെസ്സേജ് അയക്കുന്നത്. ഗാരുവിനുള്ള ഒരു കൊട്ടേഷൻ ആയിരുന്നു അത്. അതെന്താന്ന് വെച്ചാൽ മറ്റേ ദീപ്തിയെ ലോക്കാക്കി ഡാഡി ഗാരുവിനെ കൊല്ലുക എന്നതാണ്. അപ്പന്നെ മൂപ്പര് ഗജിനെ വിളിച്ചിട്ട് പറയും, എടാ ഇവൻ പഴയ പോലെയൊന്നുമല്ല, ഇപ്പൊ ഒരു നന്മയുള്ള ഗുണ്ടയാണ്, കൊട്ടേഷൻ കിട്ടിയാൽ തട്ടേണ്ട ആളുടെ ഡീറ്റെയിൽസ് മൊത്തം അന്വേഷിച്ച് തട്ടുമെന്ന്. അവൻ എങ്ങാനും ഡാഡി ഗാരു ആണ് അവന്റെ ഡാഡി എന്ന് അറിഞ്ഞാൽ സീനാവുമെന്ന് പറയും. ബട്ട് ഗൈസ് ഇതെല്ലാം സംഗാരു കേൾക്കുന്നുണ്ടാവും. അത് കണ്ടതും മുമ്പ് സംഗാരുവിനോട് പറയും, എടാ ഞാൻ നിന്റെ ഡാഡി ഒന്നുമല്ല, നിന്റെ ഡാഡി ശരിക്കും ഡാഡി ഗാരുവാണ്, ഞാൻ നിന്റെ ചെറുപ്പത്തിൽ അവിടുന്ന് കിഡ്നാപ്പാക്കി കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യും. അതോടെ തന്റെ ഡാഡിയെയും മുറപ്പെണ്ണിനെയും ഒക്കെ കൊല്ലാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞ സംഗാരു അവരെ പ്രൊട്ടക്റ്റ് ആക്കാൻ നാട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്താവും ദീപ്തിയെ കിഡ്നാപ്പാക്കാൻ ഗുണ്ടകൾ പിന്നാലെ ഫോളോ ആക്കുന്നത്. ഉടനെ തന്നെ ഗാരു ആ സ്കോർപിയോ ഇടിച്ചു വീഴ്ത്തും. എന്നിട്ട് ചേസ് ചെയ്ത് അവസാനം ഗാരു വണ്ടിയുടെ കൺട്രോൾ പോയി നേരെ ഒരു കൊക്കയിലേക്ക് വീഴും. അതങ്ങനെ ചാവുകയൊന്നുമില്ല. മൂപ്പര് കൂളായി ബാഗും എടുത്ത് കയറി വരും. അവിടുന്ന് നേരെ സംഗാരു ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഞാനാണ് ഇവിടുന്ന് പണ്ട് കിഡ്നാപ്പായി പോയി കുട്ടി എന്നൊക്കെ പറഞ്ഞ്. വീട്ടുകാർ നോക്കുമ്പോ ചെങ്ങായിക്ക് ഡാഡി ഗാരുവിന്റെ അതിമുഖച്ചായി. അങ്ങനെ വരട്ടെ, അതാണ് ഞാൻ നോക്കുന്നത്, എവിടെയോ കണ്ട പരിചയം. അതോടെ അവർ ഗാരുവിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കും. സൺഗാരുവിന്റെ മിഷനും തുടങ്ങി. രാത്രി വീട്ടിൽ ദീപ്തിയെ കിഡ്നാപ്പാക്കാൻ വന്നവരൊക്കെ അടിച്ച് വണ്ടിയിലിട്ട് ഇടിച്ചു കൊല്ലും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മി റായ്ക്ക് ഒരു സംശയം. പെട്ടെന്ന് ഒരുത്തൻ ഇങ്ങനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത് അത്ര ശരിയായ ഒരു നടപടിയല്ലല്ലോ. നമുക്ക് വേണ്ടി ഡാഡി ഗാരുവിന്റെ മോൻ തന്നെയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അതിനു വേണ്ടി അവൾക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. പണ്ട് കൊച്ചായിരിക്കുമ്പോൾ സൺഗാരുവിന് ഒരു വെടി കൊണ്ടിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പൊ സൺഗാരുവിന്റെ ചന്തി ഒന്ന് കണ്ട് ആ മുറിവിന്റെ പാടുണ്ടെന്നൊന്ന് കൺഫേം ചെയ്താൽ ഒരു തീരുമാനമാവുമല്ലോ. അങ്ങനെ ഗാരുവിന്റെ നിതംബം കാണാൻ വേണ്ടി ദീപ്തി ശ്രമിക്കുന്നതാണ് ഇനി കഥ. ഒരു ദിവസം സൺഗാരി കുളിക്കാൻ കയറിയപ്പോൾ ദീപ്തി ബാത്റൂമിന്റെ ഡോറിലെ പീപ്പ് ഹോളിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. ആരടാ ബാത്റൂം ഡോറിനൊക്കെ പീപ്പ് ഹോൾ വെക്കുക? അങ്ങനെ ആ പീപ്പ് ഹോളിലൂടെ ഗാരുവിന്റെ പിന്നാമ്പുറം നോക്കാൻ പോയ ദീപ്തി കണ്ടത് ഗാരുവിന്റെ ഉമ്മറമാണ്.
పోర్కి ఫేస్ చేసి స్నానం చేశాడు. എങ്ങനെടാ ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റിൽ എഴുതാൻ പറ്റുന്നത്? ഇതൊന്നും ഞാൻ എഴുതുന്നതല്ല, എന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാ. അങ്ങനെ അത് കണ്ട സന്തോഷത്തിൽ ദീപ്തി നേരെ ഒരു സോങ്ങിലേക്ക് പോവുകയാണ്. ഒരു ക്ലാസിക്കൽ സാധനം തരും. ഗാരുവിന്റെ ഉമ്മരം കണ്ട് സന്തോഷവതിയായ ദീപ്തിയുടെ സോങ് കോറിയോഗ്രാഫി ചെയ്യാൻ സെറ്റിൽ വൺ ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു ഐഡിയ വരുന്നത്. സംഭവം ഇതൊക്കെ നടന്നത് കുളിക്കുമ്പോഴല്ലേ, അതുകൊണ്ട് വ്യത്യസ്ത തരം കുളിയും ബാത്റൂമും ഒക്കെ വെച്ചൊരു സോങ് പഠിക്കാമെന്ന് പറയും. കുളികൾ പലവിധം. ഷവറിലൊരു കുളി, മഴയത്തൊരു കുളി, സ്വിമ്മിംഗ് പൂളിൽ ഒരു കുളി, ബാത്ത് ടബിലൊരു കുളി, ഇങ്ങനെ കുളിക്ക് വേണ്ടി ഒരു പാട്ട്. ദി മോസ്റ്റ് ഹൈജീനിക് സോങ്. അങ്ങനെ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടെങ്കിലും ദീപ്തി ഗാരുവിന്റെ ആ തിരുനിതംബം ഒരു നോക്ക് കാണാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നെത്തി. സൺഗാരു കിടന്നുറങ്ങുമ്പോൾ ആ നിതംബത്തിലെ വെടികൊണ്ട പാട് ദീപ്തി കാണുകയാണ്. ആ മുഖത്തെ സന്തോഷം കണ്ട, ആ സന്തോഷത്തിൽ നേരെ പോയി ഇവരൊരു ഡാൻസ് കളിച്ചു വരും. ഈ സമയത്ത് അവൻ ഗുണ്ടകളുടെ ഗാങ് വന്ന് ദീപ്തിയെ ട്രാപ്പ് ആക്കുന്നത്. ദീപ്തി അവിടുന്ന് ഓടും. അത് കൂളിംഗ് ഗ്ലാസിലൂടെ കണ്ട സൺഗാരു തന്റെ പിന്നിലോടുന്ന ഗുണ്ടകളെല്ലാം ആ റിഫ്ലക്ഷൻ കണ്ട് വെടിവെച്ചിടും. പിന്നീട് അവിടെ ഗജിനിയും സൺഗാരുവും തമ്മിൽ വൻ അടിയാവും. ഈ സമയത്താണ് ആരാധകരെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഒരു വാട്ടർ ബൈക്ക് ഓടിച്ച് ഡാഡിഗാരും അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഗജിനിയെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ വിചാരിക്കും ഗജിനി അതിൽ തട്ടിപ്പോയിട്ടുണ്ടാവുമെന്ന്. ബട്ട് ഇല്ല ഗൈസ്. నన్ను చంపి ఏసీఐతో స్టేట్మెంట్ ఇప్పించాలనుకున్నారు. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഡാഡിഗാരവും സൺഗാരവും കണ്ടുമുട്ടുകയാണ്. പിന്നീട് കുറെ ഡ്രാമയ്ക്ക് ശേഷം അവരെല്ലാവരും ഒന്നിച്ച് ഒരു വീട്ടിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാവും. ഇങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാവും കുറച്ച് പോലീസുകാർ അങ്ങോട്ട് വന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ആഘോഷം നടന്നോ? നിങ്ങളുടെ അപ്പുപ്പൻകാരുവിനെ കൊന്ന ചെറുക്കരല്ലേ, അത് നിങ്ങളുടെ സൺഗാരുവാണെന്ന്. അത് കൊല്ലാൻ ഏൽപ്പിച്ചതോ ദാ ഈ ഡാഡിഗാരുവും. എന്നിട്ട് വരെ രണ്ടാളെയും വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എല്ലാം വില്ലന്റെ കളിയാ. ആ രംഗം കണ്ട് സഹിക്കാൻ വയ്യാതെ ഇതുവരെ വായി തുറക്കാൻ പോലും പറ്റാത്ത റഹ്മാൻ ചാടി എണീക്കുകയാണ്. എന്നിട്ട് പറയും, അത് ചെയ്തത് അവരല്ല, എനിക്ക് ആ സത്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞ് നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന് എന്താന്ന് വെച്ചാൽ നമ്മുടെ അപ്പുപ്പൻകാരു വലിയ രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ, അതുകൊണ്ട് തന്നെ കുറെ ശത്രുക്കളുമുണ്ട് മൂപ്പർക്ക്. മൂപ്പരുടെ മോനാണ് ഡാഡിഗാരു. അങ്ങേറി അപ്പുപ്പൻകാരുവിന്റെ ബോഡി ഗാർഡിനെ പോലെയാണ്. അപ്പുപ്പൻകാരുവിനെ കൊല്ലാൻ വരുന്നവരൊക്കെ കൊല്ലും ഡാഡിഗാരു. അത്രയ്ക്ക് സ്നേഹമാണ് ഡാഡിഗാരുവിന് ഡാഡിയോട്. ബട്ട് ഗൈസ്, നമ്മുടെ അപ്പുപ്പൻകാരുവിന് ഡാഡിഗാരുവിന് ഇഷ്ടമല്ല ഇങ്ങനെ വെട്ടും കുത്തും കൊലയും ഒക്കെയായി നടക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു ദിവസം വില്ലന്മാരുടെ ടീം നമ്മുടെ സൺഗാരുവിനെ തട്ടിക്കൊണ്ടുപോയി ഡാഡിഗാരുവിനെ വിളിച്ചു പറയും, നിന്റെ മോൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, വിട്ട് കിട്ടണമെങ്കിൽ അപ്പുപ്പൻകാരുവിനെ ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന്. അപ്പോൾ ഡാഡിഗാരു പറയും, മോനെ നിങ്ങൾ എന്ത് വേണേ ചെയ്തോ, എനിക്ക് എന്റെ ഡാഡിയാണ് വലുതെന്ന്. ഈ തന്തയെ രക്ഷിക്കാനാണ് സൺഗാരു തിരിച്ചു വന്നത്. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാൽ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. സോ ബേസിക്കലി ഈ നാട്ടിൽ അച്ഛന്മാർക്ക് മക്കളെ ഇഷ്ടമല്ല, പക്ഷെ മക്കൾക്കെല്ലാം അച്ഛന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ആ വില്ലന്മാരുടെ കാര്യം ആലോചിച്ചിട്ടാണ് വിഷമം. ഒരു ആവേശത്തിൽ അങ്ങ് കിഡ്നാപ്പ് ഒക്കെ ചെയ്ത് ഇതിപ്പോ ഈ ചെറുക്കനെ വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട തിരിച്ചു കൊടുക്കാനും പറ്റുന്നില്ല. ആകെ തലയിലായിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ അവര് സൺഗാരുവിനെ വളർത്താൻ തുടങ്ങുകയാണ്. ഒരു പ്രൊഫഷണൽ ഗുണ്ടയായി. എന്നിട്ട് അവൻ കുറച്ച് വലുതായപ്പോൾ അവന്റെ കയ്യിലൊരു തോക്കും കൊടുത്ത് വിട്ട് അപ്പുപ്പൻകാരുവിനെ കൊന്നിട്ട് വരാൻ പറയും. ഇതൊക്കെ കണ്ടുവന്ന റഹ്മാൻ അവന്റെ പിന്നാലെ ഓടുമ്പോൾ സ്ലിപ്പായി വീണ് തലയിടിച്ച് പാരലൈസ്ഡ് ആവുകയാണ്. ഈ കഥ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയുകയാണ്. അവസാനം ആ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് എല്ലാരും കൂടി വില്ലന്മാരെ അടിച്ചിടും. എന്നിട്ട് സൺഗാരുവിനും ഡാഡിഗാരുവിനും ഇങ്ങനെ തൊഴുതു നിൽക്കും. പടം കഴിഞ്ഞ് റബ്ബർ പാല് കുടിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് വീണ്ടും ഒരു പടം. പാലായിലുള്ളവർക്ക് പാലാണ് റബ്ബർ. സ്റ്റാറിംഗ് ദി അൾട്രാ നാച്ചുറൽ സ്റ്റാർ ബാലയഗാരു. Action. The legend. Let's hear it from the legend. You are the പടം തുടങ്ങുമ്പോ തന്നെ ഡാഡി ഗിരിജ ബാലയഗാരുവിന്റെ നാട്ടിലേക്ക് പെണ്ണ് കാണാൻ വരുന്നിടത്താണ്. പെണ്ണ് കണ്ടുറപ്പിച്ച് തിരിച്ചു പോകും വഴി ഡാഡി ഗിരിജന്റെ വണ്ടി ഒരാളെ ഇടിക്കും. അത് ചോദ്യം ചെയ്യാൻ പോയ ഗാരുവിന്റെ നാട്ടുകാരനെ നമ്മുടെ ഗിരിജൻ നൈസായിട്ടൊന്ന് വെടിവെക്കും.
അപ്പൊ ഗൈസ്, ഈ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും നാട്ടുകാരെല്ലാം നേരെയോടി നൈനാന്റെ അടുത്തെത്തും. മൂപ്പരാണ് ഈ നാട്ടിലെ മെയിൻ. അങ്ങനെ നാട്ടുകാർ ഗിരിജിനെ തൂക്കി നൈനാന്റെ അടുത്തെത്തിക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ. ഇത് സംഭവം വെടിവെപ്പ് കേസൊക്കെ ആണല്ലോ, അപ്പൊ നമ്മൾ വിചാരിക്കും വൻ ശിക്ഷയൊക്കെ ആവുമെന്ന്. പക്ഷെ നൈനാൻ ഗിരിജിനോട് പറയും നാട്ടുകാരോട് ഒരു സോറി പറഞ്ഞിട്ട് സ്ഥലം വിട്ടുവന്ന്. ബട്ട് അതുപോലും ഡാഡി ഗിരിജിന് പറയാൻ പറ്റൂലെന്ന്. എന്നിട്ട് അവിടെ വൻ അടിയാവും. അവസാനം ഗിരിജിനെ പിടിച്ച് ജയിലിലിടും. സോ ഡാഡി ഗിരിജിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ഡാഡി ഗിരിജിയുടെ ഡാഡി നൈനാന്റെ ഭാര്യനെയും കുട്ടീനെ കിഡ്നാപ്പ് ആക്കി കൊണ്ടുപോകും. എന്നിട്ട് ഭാര്യനെ കൊല്ലും. അടുത്തത് മോനെ കൊല്ലാൻ നോക്കുമ്പോഴേക്കും യെസ് ഗൈസ്, ഹീസ് കുട്ടിഗാരു. இதுவரைக்கும் இந்த வீட்ல லீடருங்க பிறந்திருக்காங்க, ரூலர்ஸ் பிறந்திருக்காங்க. ஃபர்ஸ்ட் டைம் ஒரு லெஜெண்ட் பிறந்திருக்கான். അവൻ ഗിരിജന്റെ ഡാഡിയെ കൊല്ലും. അങ്ങനെ ഡാഡി ഗിരിജ ഇനി മുതൽ ഡാഡി ഇല്ലാത്ത ഗിരിജയാണെന്ന് അറിഞ്ഞതും അങ്ങേരെ ഒരു ശപഥം ചെയ്യും. പെണ്ണ് കാണാൻ പോയി ആ പെണ്ണിനെ കിട്ടി വീണ്ടും ഒരു ഡാഡി ഗിരിജ ആവണം. എന്നിട്ട് ആ നാട്ടിൽ ജീവിച്ച് അവിടുത്തെ മെയിൻ ആവണമെന്ന്. അതിനു വേണ്ടി ആദ്യം തന്നെ ഗിരിജൻ ഗാരുവിന്റെ ഡാഡിയെ കൊല്ലും. ഓ മൈ ഗോഡ്, ഇനി അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി നമ്മുടെ കുട്ടികാരി ഇറങ്ങുമെന്ന് വിചാരിച്ച് അവന്റെ അച്ഛമ്മ അവനെ UK പഠിക്കാൻ പറഞ്ഞയക്കും. അങ്ങനെ കാലങ്ങൾ കുറെ കടന്നുപോയി. കുട്ടികാരി വളർന്ന് ഈ സൈസാവും. ബാലയകാര് ദുബായിൽ ജീവിച്ചു വരികയാവും. ദുബായിൽ മൂപ്പരുടെ പണി എന്താണെന്ന് വെച്ചാൽ സാമൂഹ്യ സേവനം. അപകടത്തിൽ പെടുന്നവരെ പോയി രക്ഷിക്കുക, ഇതന്നെ. സോ ദുബായ് മരുഭൂമിയുടെ നടുവിൽ കുറെ പെണ്ണുങ്ങളെ വിസ തട്ടിപ്പുകാർ ട്രാപ്പാക്കി വെച്ചിരിക്കുകയാവും. അപ്പൊ അങ്ങോട്ടേക്ക് ഒരുത്തൻ ഓടി വന്ന് പറയും ഒരുത്തൻ എന്നെ തല്ലിയെന്ന്. യെസ് ഗൈസ്, നമ്മുടെ ഗാരു. പിന്നെ ബാലയകാരും അങ്ങോട്ട് ഒരു FJ ക്രൂയിസർ എടുത്ത് വന്ന് മണലിൽ ബാക്ക് ടയറൊക്കെ പൊക്കി കറക്കി വൻ അടിയാവും. എന്നിട്ട് ട്രാപ്പായ പെൺകുട്ടികളെ മൊത്തം രക്ഷിക്കും. ഗാരു നാട്ടിൽ നിന്ന് മാറി ദുബായിൽ ഗേൾഫ്രണ്ട് ഒക്കെ ആയി നല്ല ലക്ഷറി ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാവും. ഒരു പാർട്ടി നടത്താനായി തന്നെ 1 കോടിയൊക്കെയാണ് ഗാരുവിന്റെ ഗേൾഫ്രണ്ട് പൊടിക്കാറ്. അങ്ങനെ വീട്ടുകാരെ സർപ്രൈസ് ആക്കി ഇവളെ കല്യാണം കഴിക്കാനായി ഗാരു കുറെ കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ ദിവസം തന്നെ നാട്ടിലൊരു പോർട്ടിൽ ഗിരിജൻ വൻ അക്രമം അഴിച്ചു വിടുകയാണ്. 43 ആൾക്കാരെയൊക്കെയാണ് അവിടെ ഇട്ട് കുത്തിക്കൊല്ലുന്നത്. ബട്ട് അതിൽ നിന്നൊരുത്തൻ ഓടി രക്ഷപ്പെടും. അവനെ പിടിക്കാൻ വേണ്ടി ഡാഡി ഗിരിജിന്റെ മോൻ പോയി നടു റോട്ടിൽ അവനെ ഇടിച്ചിട്ട് വെടിവെക്കാൻ നിൽക്കുകയാവും. ഈ സീൻ നടക്കുന്ന സമയത്താണ് ഗാരു അവിടെ എത്തുന്നത്. അത് കണ്ടതും ഗാരുവിനുള്ളിലെ രക്ഷകൻ ഉണരും. ഗാരു കാർ കൊണ്ട് അവനെ ഇടിച്ചിട്ട് മറ്റവനെ രക്ഷിക്കും. എന്നിട്ട് ഡാഡി ഗിരിജിന്റെ മോനെ ഒമിനിലിട്ടൊന്ന് കറക്കി ഫുട്ബോൾ അടിച്ചു പറത്തുന്ന പോലെ അടിച്ചു പറത്തും. നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? ഇതറിഞ്ഞ് ഡാഡി ഗിരിജ എന്റെ മോനെ ആരടിച്ചതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാവും. ഇതേ സമയം നമ്മുടെ ഗാരു ഫാമിലിയുമായി അടിച്ചു പൊളിച്ച് ജീവിച്ചു വരികയാവും. അപ്പോഴാണ് നമ്മുടെ ദുബായ് ഗാരു അറിയുന്നത് ഗാരു ഇപ്പോൾ അടിച്ചു ഹോസ്പിറ്റലിൽ കയറ്റി അവൻ ഇതിനു മുന്നേ 43 ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്ന്. 43 പേരെ കൊന്നിട്ടാங்களா? തൊട്ടടുത്ത ദിവസം തന്നെ ഡാഡി ഗിരിജിന്റെ മോനെയും ഗുണ്ടകളെയും ഹോസ്പിറ്റലിൽ കയറി ആരോ കൊന്നുകളയുകയാണ്. യെസ് ഗൈസ്, ഡാഡി ഗിരിജ വീണ്ടും വെറും ഗിരിജ ആയിരിക്കുകയാണ്. അങ്ങനെ ആരുടെ എന്നെ വീണ്ടും വെറും ഗിരിജ ആക്കിയതെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവർക്ക് ദുബായ് ഗാരുവാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇതേ സമയം ദുബായ് ഗാരു പെണ്ണു കാണൽ ചടങ്ങിന് വേണ്ടി ഫാമിലിയുമായി പോയിക്കൊണ്ടിരിക്കുകയാവും. അതറിഞ്ഞ വില്ലന്മാർ അപ്പം തന്നെ ഗാരുവിന്റെ പെണ്ണിനെ കിഡ്നാപ്പാക്കും. പിന്നെ ഗാരുവിന്റെ ബസ് ചേസാക്കി ഇന്റർവെൽ നടക്കുന്ന സ്ഥലത്തെത്തിച്ച് വെടിവെച്ച് മറിച്ചിടും. ലാസ്റ്റ് നമ്മുടെ ഗാരുവിനെ ഷോട്ട് ഗൺ എടുത്ത് 3 വെടിവെക്കും. അവസാനം ബാക്കി ഫാമിലിയെ മൊത്തം കൊല്ലാൻ വേണ്ടി ഗുണ്ടകളോട് പറഞ്ഞേൽപ്പിച്ച് ഗിരിജൻ അവിടുന്ന് പോകും. ഇതെല്ലാം കണ്ടുപോയെന്ന ഗാരുവിന്റെ അച്ഛമ്മ ദൈവത്തെ വിളിച്ച് കരയുകയാണ്. അതോടെ അവിടെ മറ്റൊരു അപരാധം പിറവിയെടുക്കുകയാണ്. മൂപ്പരിടയ്ക്ക് സിംഹമൊക്കെ മാറും. എന്നിട്ട് എല്ലാ ഗുണ്ടകളെയും മൂപ്പര് അടിച്ചിടും. 9 എണ്ണമൊക്കെ സ്പ്ലിറ്റ് ആയിട്ടാണ് അടി. അവസാനം അടിയെല്ലാം കഴിഞ്ഞതും നിലത്തൊരു പൂക്കളം ഇടും. എന്നിട്ട് പറയും ദുബായ് ഗാരുവും കങ്കാരുവും ഒന്നുമല്ല ഡാഡി ഗിരിജിന്റെ മോനെ കൊന്നത്, അത് ഈ ഗാരുവാണെന്ന്. സോ ഗൈസ്, ബാലയ്യ മൂവി ആയോണ്ട് ഇനി ഇതിന്റെ ഒക്കെ ഫ്ലാഷ് ബാക്ക് മുഖ്യമാണ്. പണ്ട് ചെറുപ്പത്തിൽ ഡാഡി ഗിരിജിയുടെ ഡാഡിയെ കൊന്ന് ഡാഡി ഗിരിജിയെ വെറും ഗിരിജിയാക്കി ആ പയ്യനില്ലേ, അത് നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ ദുബായ് ഗാരുവല്ല, അത് ഈ ഗാരുവാണ്.
ഇങ്ങനെ പണ്ട് UK പഠിക്കാൻ അയച്ചപ്പോൾ ഇയാൾ പോയില്ല. നാട്ടിൽ സാമൂഹ്യ സേവനം നടത്തണമെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കും. ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു. സോ ഗൈസ്, നമ്മുടെ ഗാരു അവന്റെ അച്ഛന്റെ സ്ഥാനം ഏറ്റെടുത്ത് നാട്ടുകാർക്കൊക്കെ സഹായം ചെയ്ത് ജീവിച്ചു വരികയാവും. ഗാരുവിനൊരു ലവറൊക്കെ ഉണ്ട്, രാധിക. യെസ് ഗൈസ്, ആ ലെജൻഡറി സോങ് തന്നെ. ഇങ്ങനെ റൊമാൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗിരിജന്റെ അനിയന്റെ 10ാം ക്ലാസ് റിസൾട്ട് വരുന്നത്. ബട്ട് ഗൈസ്, ആ നാട്ടിൽ ഡാഡി ഗിരിജന്റെ അനിയനേക്കാളും മാർക്ക് വേറൊരുത്തിനും കിട്ടും. അവനെ ട്യൂഷന് വിട്ട് അതിനു വേണ്ടി സാധിച്ചതൊക്കെ ആണെങ്കിലോ നമ്മുടെ ഗാരുവും പഠിക്ക വെച്ച് ഇന്നിക്ക് இந்த பெரிய வாய்ப்பு உங்க கையில கொண்டு வந்து கொடுத்திருக்காங்க. അത് ഗിരിജന് ഇഷ്ടമാവില്ല. അതിൽ ദേഷ്യം വന്ന ഗിരിജൻ മറ്റവന്റെ 10th പാസ് സെലിബ്രേഷന് തേങ്ങ ഉടക്കണ കല്ലിന്റെ മുകളിൽ ബോംബിന്റെ ബട്ടൺ വെക്കും. ഈ വിവരം അറിഞ്ഞതും നമ്മുടെ ഗാരുവിന് ഭയങ്കര ദേഷ്യം വരും. ഗാരുവിന്റെ ലെജൻഡ് ബൈക്ക് എടുത്ത് ഗിരിജന്റെ അനിയന്റെ സെലിബ്രേഷൻ പോയി ഇടിച്ചു കയറ്റും. പിന്നെ അവിടെ വൻ ഫൈറ്റ് ആണ്. അവസാനം ബോംബ് പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഗാരു ഗിരിജനെ അനിയനെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. ഇനി ഇതിന് പ്രതികാരമായി ഗിരിജൻ ഗാരുവിന്റെ അനിയൻ നമ്മുടെ ദുബായ് ഗാരുവിനെ കിഡ്നാപ്പ് ആക്കും. അതറിഞ്ഞതും നമ്മുടെ ഗാരു നേരെ ഗിരിജന്റെ വീട്ടിൽ പോയി 10-30 ഗുണ്ടകളെ വെട്ടിക്കൊല്ലും. അവസാനം ഗിരിജന്റെ കഴുത്തിന്റെ തൊട്ടടുത്ത് വരെ മഴ വയ്ക്കും. അപ്പോഴേക്കും ഗാരു ഗിരിജന്റെ ഫാമിലിനെ കണ്ടിട്ട് ആകെ വിഷമമായിട്ട് പറയും, നിന്നെ ഞാൻ കൊന്നാൽ നിന്റെ ഫാമിലി വിഷമിക്കും, അതുകൊണ്ട് നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലുന്നില്ല എന്ന്. അപ്പൊ ഞങ്ങളുടെ ഫാമിലിക്കൊന്നും ഒരു വിലയുമില്ലേ? അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിയും. ഗാരുവും രാധികയും തമ്മിലുള്ള കല്യാണം വരെ എത്തും കാര്യങ്ങൾ. കല്യാണത്തിന് എന്ന് ഗാരു രാധികയെ വിളിക്കുമ്പോൾ രാധികയെ കാണാനില്ല. അവളെ ഗിരിജൻ കിഡ്നാപ്പാക്കി ഏതോ റെയിൽ പാളത്തിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗാരു അങ്ങോട്ട് വരികയാണ്. നമ്മൾ വിചാരിക്കും കാറിലാവും വരിക എന്ന്. ബട്ട് അല്ല ഗൈസ്, മൂപ്പര് ട്രെയിൻ ഓടിച്ചു വരും. എന്നിട്ട് അവിടെ സിംഹമൊക്കെയായി അതിഗംഭീര സംഘർഷമാവും. ആ സംഘർഷത്തിനിടയിൽ രാധിക ഗാരുവിനെ ഇടയ്ക്കിടെ വിളിക്കുന്നുണ്ടാവും. അപ്പൊ ഗാരു പറയും, എനിക്ക് ഫൈറ്റിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നീ ഒന്നും മിണ്ടാതിരിക്കുന്ന. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ രാധികയ്ക്ക് ഒരു കുത്ത് കൊണ്ടിട്ടുണ്ടാവും. അത് കണ്ടതും ഗാരു അടി നിർത്തി രാധികയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് വിചാരിക്കണ്ട. ഗാരു അവളെ നേരെ വീട്ടിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് കയറ്റി കൊടുക്കും. അങ്ങനെ രാധിക തട്ടിപ്പോവും. അതോടെ നമ്മുടെ ഗാരു അക്രമമൊക്കെ നിർത്തി സന്യാസ ജീവിതത്തിലേക്ക് കടക്കും. ആ ഗാരുവിനെയാണ് ഗിരിജൻ ഇപ്പോൾ അവന്റെ അനിയനെ ചൊറിഞ്ഞ് സടകുടഞ്ഞ് എഴുന്നേൽപ്പിച്ചത്. ഷോട്ട് ഗണിന്റെ 3 ഉണ്ട കയറിട്ടും അനിയൻ പടമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇനിമേ എന്ത് പ്രോബ്ലമേ ഇല്ലമ്മ. 2 നാളെ കൃഷ്ണ സാറെ വീട്ടിൽ കൂട്ടിട്ട് പോകാം. അവസാനം ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് ഗിരിജൻ ആൻഡ് ഗാരു ഫേസ് ടു ഫേസ്. വൻ സംഘർഷം. വില്ലന്മാരുടെ എസ്ര എടുത്തു കൊടുക്കും. സംഘടനത്തിനൊടുവിൽ ഗാരു ഗിരിജനെ കൊല്ലും. പടം കഴിഞ്ഞ്. A movie from the Garu universe starring the anti-gravitational Garu. Gravity never happened. പാലയ്യ ഇത്തവണ ഗാരു വന്നത് വ്യവസായികളെ രക്ഷിക്കാനാണ്. റൂളർ. അപ്പൊ പടം തുടങ്ങുമ്പോ തന്നെ ഗാരു അടികൊണ്ട അവശനായി റോഡ് സൈഡിൽ കിടക്കുകയാവും. അപ്പോഴാണ് അതുവഴി ഒരു റിച്ച് ആന്റി വരുന്നത്. ആ കാർ കണ്ടതും ഗാരു എങ്ങനെയൊക്കെ എഴുന്നേറ്റ് ആ കാറിന്റെ മുന്നിൽ ചെന്ന് വീഴും. അത് കണ്ടതും ആന്റി കാറിൽ നിന്ന് ഇറങ്ങി ഗാരുവിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ഗാരുവിന് ഇതിന് മുന്നേ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ആന്റിയും ഒരു അസുഖം വന്ന് ശ്വാസം കിട്ടാണ്ടായി ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആവും. അതും ഗാരുവിന്റെ തൊട്ടടുത്ത്. ഈ സമയത്താവും ആന്റിയുടെ ഓക്സിജൻ ശത്രുക്കൾ വന്ന് കട്ടാക്കുന്നത്. ആ കാഴ്ച കണ്ടതും ഗാരു എഴുന്നേറ്റ് വന്ന് തന്റെ ഓക്സിജൻ മാസ്ക് ഊരി ആന്റിക്ക് കുത്തിക്കൊടുക്കും. ഓൺ ദ സ്പോട്ട് ഗാരുവിന്റെ ബോധം പോകും. ഓക്സിജനോടാ കളി, പിന്നല്ല. സ്വന്തം ജീവൻ മറന്ന് ആന്റിയെ രക്ഷിക്കുകയാണ് ഗാരു. അതിൽ ഇംപ്രസ് ആയ ആന്റി ഗാരുവിനെ ദത്തെടുക്കാൻ തീരുമാനിക്കും.
അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ആന്റിക്ക് ഒന്ന് കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടായി കൂടെ നടത്താനൊക്കെ ആവും ബാലയങ്കളിനെ ദത്തെടുക്കുക എന്നല്ലേ? ബട്ട് അല്ല ഗൈസ്, நீங்க அவனை உங்க பையனா தத்தெடுத்து வாரிசாக்க போறீங்களா? സ്വന്തം മകനായിട്ടാണ് ഈ ആന്റി ആ കിളവനെ ദത്തെടുത്തത്. അയ്യോ കുണ്ടുവാവ. അങ്ങനെ ആന്റി ഗാരുവിനെ ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി അയൺമാനായി മേക്ക് ഓവർ ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, ആന്റിയുടെ സകല സ്വത്തുക്കളും ഗാരുവിന്റെ പേരിലാക്കി വെക്കും. ഇതിലേത് റൊമാൻറ്റിക് മ്യൂസിക് ഇട്ടാലും പക്കാ സിംഗ. 65 വയസ്സുള്ള തള്ളയ്ക്ക് 63 വയസ്സുള്ള മോൻ. ഗാരു ദി ബിസിനസ് ടൈക്കൂൺ. ഫോണിൽ സംസാരിക്കുമ്പോൾ കൈയായിട്ട് ആക്ഷൻ കാണിച്ചാൽ ബിസിനസ്സിൽ വൻ വളർച്ച നേടാൻ പറ്റും. ബിസിനസിന് പിന്നാലെ ഓടി നടക്കുകയാണെങ്കിലും കമ്പനിയിലെ ജീവനക്കാരുടെ കാര്യത്തിലൊക്കെ ഗാരുവിന് വൻ ശ്രദ്ധയാണ്. ഇപ്പൊ തന്നെ കമ്പനിയിലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു ബിൽഡിങ്ങിനെ മുകളിൽ വിചാരിക്കുക. അപ്പൊ തന്നെ ഗാരു അവിടേക്ക് ഒരു ഹെലികോപ്റ്ററായി വന്ന് അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കും. ആത്മഹത്യ ഒന്നും ചെയ്യരുത്, അതൊക്കെ വലിയ തെറ്റാണെന്ന്. എന്നിട്ടും അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവളെ തൂക്കിയെടുത്ത് ടെറസിന്റെ മണ്ടയിലേക്ക് എറിയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദി ഹീറോയിൻ ഇൻട്രോ. അവളും ഒരു ബിസിനസ് ടൈക്കൂൺ ആണ്. പക്ഷേ ഗാരുവിന് താഴെ മാത്രമാണ് അവളുടെ റാങ്കിങ്. അതുകൊണ്ട് തന്നെ ഗാരുവിനെ എങ്ങനെങ്കിലും തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് അവൾ ഒരു നമ്പർ ഇറക്കും. യെസ് ഗൈസ്, ഗാരുവിനെ എങ്ങനെങ്കിലും വശീകരിക്കണം, എന്നിട്ട് ഗാരുവിന്റെ ബിസിനസ് തന്ത്രങ്ങളെല്ലാം ചോർത്തിയെടുക്കണം. ബട്ട് സംഭവിച്ചത്, ഗാരുവിന്റെ ഹിപ്നോട്ടിക് മൂവ്സ് ഇറക്കും അവളുടെ മുന്നിൽ. അതായത് ഹിപ്പിലാണ് പ്രധാന മൂവ്മെന്റ്സ്. ആ സ്റ്റെപ്സ് കണ്ട് അവൾ ഗാരുവിൽ ഇംപ്രസ് ആവും. എന്നിട്ട് അവൾ പറയും, ഞാൻ താങ്കളുടെ ബിസിനസ് തന്ത്രങ്ങളൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷെ നിങ്ങളുടെ ഡാൻസ് കണ്ടപ്പോൾ ഞാൻ ഇംപ്രസ് ആയി പോയി. അപ്പൊ ഗാരു പറയും, എങ്കിൽ നമുക്ക് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്തിക്കൂടെ? പെട്ടെന്നൊരു ദിവസമാവും ഗാരു എയർപോർട്ടിൽ വെച്ച് ഒരു പെണ്ണിനെ കാണുന്നത്. അവളെ കണ്ടപ്പോൾ തന്നെ അയ്യോ, ഞാൻ മുമ്പ് എപ്പോഴും ഇവളുടെ ഒപ്പം ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മ ഗാരുവിന് വരും. എന്നിട്ട് അവളുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങും ഗാരു. കുട്ടി, ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാ, കുട്ടിയുടെ കുറച്ച് ഫോട്ടോ എടുത്തോട്ടെ. അതോടെ അവൾ ഒടുക്കത്തെ പോസിങ്ങും. ഈ സമയത്താവും ഒരു കർഷക ഗ്രാമത്തിൽ സോളാർ പവർ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള പുതിയ പ്രൊജക്റ്റുമായി ഗാരുവിന്റെ മമ്മി അവിടെ വരുന്നത്. അപ്പൊ തന്നെ അവിടെ കുറച്ച് ഗുണ്ടകൾ വന്ന് അത് മുടക്കും. കാരണം ഈ ഗ്രാമം ഈ മന്ത്രിയുടെ കയ്യിലാണ്. സോളാർ പവർ പ്രോജക്ട് ആരംഭിക്കണമെന്നാണ് 30% എങ്ക ഭവാനി അവക്ക് നിങ്ങൾ കൊടുത്താകണം. അവർ വന്ന് ഗാരുവിന്റെ മമ്മീനോട് പറയും, നിങ്ങൾക്ക് ഇവിടെ സോളാർ പവർ പ്ലാന്റ് നടത്തണമെങ്കിൽ ഞങ്ങളുടെ മന്ത്രിക്ക് കൈക്കൂലി കൊടുക്കണമെന്ന്. ദുർഗാപ്രസാദ് ഉടനെ പോലീസ്ക്ക് ഫോൺ പണേ. അത് പറ്റില്ല എന്ന് സ്റ്റെപ്പ് മോം പറഞ്ഞതും സ്റ്റെപ്പ് മോമിനെ അടിച്ചു തൂക്കി വിടും അവിടുന്ന്. ഈ ന്യൂസ് അറിഞ്ഞതും നമ്മുടെ ഗാരുവിന് ദേഷ്യം വരികയാണ്. എന്നിട്ട് ഗാരുവും മമ്മിയും ഞങ്ങൾ ആ സോളാർ പവർ പ്ലാന്റ് ആ ഗ്രാമത്തിൽ തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും. ഇതറിഞ്ഞതും വില്ലന്റെ ഗുണ്ടകൾ ആരാടാ ഞങ്ങളുടെ അണ്ണൻ ഊക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ ചെന്ന് ഗാരുവിന്റെ മമ്മീനെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഈ സമയം നമ്മുടെ ഗാരു ഒരു കുറ്റിക്കാട്ടിൽ മൂത്രം ഒഴിക്കാൻ പോയിരിക്കുകയാവും. അവിടെ നടക്കുന്ന അലമ്പിന്റെ ശബ്ദം കേട്ടതും ഗാരു കുറ്റിക്കാട്ടിൽ നിന്നൊരു എൻഡവർ കാറെടുത്ത് സ്പോട്ടിൽ ചെന്ന് അടിച്ച് പറത്തു എല്ലാത്തിനെയും. എന്നിട്ട് ആ കാറിന്റെ ഡോറ് പറിച്ചെടുത്ത് ഷീൽഡാക്കി മരണ അടിയാവും അവിടെ. ഈ സമയം കുറച്ച് പൊടിയൊക്കെ മുഖത്ത് വീണ് ഗാരുവിന്റെ മുഖം ആർക്കും കാണാൻ പറ്റൂലേ. അങ്ങനെ എല്ലാരും ഇടിച്ചു വീഴ്ത്തി അവസാനം മെയിൻ ഗുണ്ടയെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ആ സമയം കുറച്ച് വെള്ളം വീണ് ഗാരുവിന്റെ മുഖം വില്ലന് ക്ലിയർ ആയി കാണാം. ആ വിശ്വരൂപം കണ്ടതും ഫ്ലാഷ് ബാക്ക് അടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോവുകയാണ് വില്ലൻ. അതെ ഗൈസ്, നമ്മൾ ഊഹിച്ച പോലെ തന്നെ ഗാരു പണ്ട നാട് വിറപ്പിച്ചിരുന്ന ഒരു അപരാധമാണ് ധർമ്മ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഗാരു പണ്ട നാട് കാത്തു രക്ഷിച്ചിരുന്ന ഒരു പോലീസുകാരനായിരുന്നു. തമിഴ് വ്യവസായികൾക്ക് എങ്ങനെയാണോ വിജയ്, അതുപോലെയാണ് തെലുങ്ക് വ്യവസായികൾക്ക് ഗാരു. കർഷകരും സാധാരണക്കാരുമുള്ള ഗ്രാമത്തിൽ ഈ മന്ത്രിയും ഗുണ്ടകളുമായിരുന്നു പേടി സ്വപ്നം. ഇവരുടെ പ്രധാന പരിപാടി എന്താന്ന് വെച്ചാൽ കർഷകരെ പോയി ചൊറിയുക. അപ്പൊ തന്നെ കർഷകർ ചെന്ന് ഗാരുവിനെ വിളിച്ച് വിവരം അറിയിക്കും. ഗാരു വന്ന് ഇവന്മാരെ കടിച്ചോടിക്കും. ആ ചോര വന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ നോർമൽ സ്പീഡിൽ ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല, കുറച്ചുകൂടി സ്ലോ മോഷനിൽ ആലോചിക്കണം.
കണ്ടോ, സ്മൂത്ത് ആണ് കാര്യങ്ങൾ. ചോട്ടാ ഭീമിന് ലഡ്ഡു ആണ് പവർ കൊടുക്കുന്നത്. നമ്മുടെ ബാലയ ഗാരുവിന് പവർ കൊടുക്കുന്നതോ പാൻ മസാല. ഇയാളെ പോലുള്ളമാരി പാൻ മസാലയൊക്കെ മാസാക്കിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ട്രെയിനിന്റെ ഉൾവശം ഇത്ര വൃത്തികേടായത്. നാട്ടിൽ വില്ലന്മാരുടെ അക്രമം ഒരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യവസായികളെ പോയി ചൊറിയുക, വ്യവസായികൾ പോയി ഗാരുവിനെ വിളിക്കുക, ഗാരു വന്ന് അടിച്ചു കൂട്ടുക. റിപ്പീറ്റ്. ഈ സമയത്താവും ഗ്രാമത്തിലൊരു പെൺകുട്ടിയെ വില്ലന്മാർ ട്രെയിനിൽ വെച്ച് ആക്രമിക്കാൻ നിൽക്കുന്നത്. ഇതറിഞ്ഞതും ഗാരു നേരെ ഓടിച്ചെന്ന് ട്രെയിനിൽ കയറും അവളെ രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് അവിടെ വൻ സംഘർഷമാവും. ഈ സംഘർഷത്തിന്റെ ഇടയ്ക്കാണ് ഗാരുവിന് കുത്തേൽക്കുന്നതും തുടർന്ന് വില്ലന്മാർ ഗാരുവിനെ ട്രെയിനിൽ നിന്ന് തൂക്കിയെറിയുന്നതും. ആ വീഴ്ചയിലാണ് ഗാരുവിന്റെ ഓർമ്മശക്തിയെല്ലാം നശിക്കുന്നതും ഈ കുഞ്ഞുവാവയെ ആന്റിക്ക് ദത്തെടുക്കാൻ കിട്ടുന്നതും. ഈ സത്യമെല്ലാം മറിഞ്ഞതും എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ് ഗാരു കാറെടുത്ത് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. എന്നിട്ട് വില്ലനെ അടിച്ച് ചപ്പാത്തിയാക്കി തീയിൽ ചുട്ടെടുക്കും. ഗ്രാമത്തിലുള്ളവരെല്ലാം ഹാപ്പിയാവും. അവസാനം നമ്മുടെ ആന്റി ഗാരുവിനെ ഗ്രാമത്തിന് വിട്ടുകൊടുത്ത് അവിടുന്ന് യാത്രയാവും. പടം കഴിഞ്ഞ്. One more movie from the Telugu Nadu, starring നമ്മുടെ സ്വന്തം ബാലയ ഗാരു. റോസ്റ്റിന്റെ അവസാനം ഞാൻ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പടമാണ് ശ്രീമൻ നാരായണ. ഇത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു ഗാരു പടമാണ്. കാരണം ഇതിലിങ്ങർക്ക് ഒരൊറ്റ റോളേ ഉള്ളൂ, പിന്നെ ഓർമ്മയും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ വില്ലന്മാരെ കാണിച്ചുകൊണ്ടാണ്. ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിന് പോയി പരിക്ക് പറ്റിയ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഗവൺമെന്റ് ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത പറമ്പില് ആ വില്ലന്മാര് ഫ്ലാറ്റ് ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്കാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി 2 ചാനലുകാർ ഇറങ്ങിത്തിരിക്കുകയാണ്. ചാനൽ 6 ആൻഡ് Z24. ഇതിൽ C24ലാണ് ഗാരു പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ചാനൽ 6ലാണ് ഗാരുവിന്റെ ഒരു നായിക വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഗാരുവിന്റെ ചാനലിലെ ഒരു പെൺകുട്ടി ആ സ്കാം കവറാക്കുമ്പോഴാണ് വില്ലന്മാർ ഇതറിഞ്ഞ് അവളെ കൊല്ലാൻ വേണ്ടി വരുന്നത്. അതോടെ പെൺകുട്ടി അയ്യോ ഇനി എന്ത് ചെയ്യും, നമുക്ക് ഗാരുവിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ആ കാര്യം ഗാരുവിനെ വിളിച്ച് പറയുകയാണ്. അത് കേട്ടതും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഗാരുവിന്റെ ഓഫീസിൽ നിന്ന് ഒരു ഡിങ്കനെ പോലെ ചാടി അവരാധിക്കുകയാണ്. എന്നിട്ട് ആ വില്ലന്മാരൊക്കെ അവിടുന്ന് അടിച്ചു ഓടിപ്പിക്കും. പെണ്ണ് പിടിക്കരുത് മറ്റുള്ള എനക്ക് ഗണ്ണ് പിടിക്കവും തരും. അയ്യോ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഈ ഗ്യാപ്പിലാണ് ചാനൽ 6ൽ വർക്ക് ചെയ്യുന്ന ഗാരുവിന്റെ 1ാമത്തെ ചിക്ക് വന്ന് ആ പാവം പിടിച്ച പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഗാരുവിന്റെ ചാനൽ കവർ ചെയ്ത ന്യൂസിന്റെ മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോകുന്നത്. ശ്രീമൻ നാരായണ, ടേക്ക് മൈ ഷോട്ട്. ഈ വിവരം അറിഞ്ഞതും ഗാരു ആ മെമ്മറി കാർഡ് തിരിച്ചു മേടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോകും. അപ്പതാ അവള് ആ മെമ്മറി കാർഡ് എടുത്തൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് നീ ഈ മെമ്മറി കാർഡ് എങ്ങനെ എടുക്കുന്നെന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറയും. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഗാരുവിന്റെ മനസ്സ് എങ്ങനെയാവും പ്രവർത്തിക്കുക? ജീവിതം പല സന്ദർഭങ്ങൾ തരുന്നു, അത് ഒരിക്കലും നിരസിക്കരുത്. അതെ ഗൈസ്, ആ കിട്ടിയ ഗ്യാപ്പിൽ ഗാരു അതിനുള്ളിൽ കൈയിടും. ഇനി ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ സാധാരണ പെൺകുട്ടികളൊക്കെ എന്താ ചെയ്യുക? ഗാരുവിന്റെ ചെള്ളക്കിട്ടണം കൊടുക്കും അല്ലേ? എന്നാൽ ഇവൾ ഇങ്ങനെയല്ല. ഗാരുവിന്റെ സ്പർശനത്തോടു കൂടി ഇവൾക്ക് ഗാരുവിനോട് പ്രേമം തോന്നി നേരെ അങ്ങനെ കൂട്ടി ഒരു ഡാൻസ് കളിക്കാൻ പോകും. ഇതെന്താ ബാർബി ഡോളാ നെഞ്ചത്തെ ബട്ടനമർത്തിയ പാട്ട് ഡാൻസ് കളിക്കാൻ? ഇനി നമ്മൾ ആരാധകർക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യം പറയാം. ഇതിൽ ഗാരുവിന് ഡബിൾ റോളിൽ നിന്ന് പറഞ്ഞ് നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ പാട്ടിൽ ഗാരു 4 എണ്ണമായി ആരാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഈ നായികയ്ക്ക് ഗാരുവിനോട് മുടിഞ്ഞ പ്രേമമാണെങ്കിലും ഗാരുവിന് അങ്ങോട്ടൊന്നുമില്ല. കാരണം നാട്ടിൽ ഗാരു വേറൊരു ചിക്കനെ ഇതേപോലെ തൊട്ട് മൂടാക്കി വെച്ചിട്ടുണ്ട്. ആള് ഗാരുവിന്റെ മുറപ്പെണ്ണാണ്. സോ ഗൈസ്, അങ്ങനെ വില്ലന്മാര് പട്ടാളക്കാരെ പറ്റിച്ച ന്യൂസ് നാട് മൊത്തം പറഞ്ഞ് വില്ലന്മാർക്കൊക്കെ ഗാരുവിനോട് വൻ ദേഷ്യമാവും. ഈ തള്ളൊക്കെ തള്ളിയ ശിവാജിമുട്ട നമ്മുടെ ഗാരുവിനൊന്ന് കണ്ടിട്ടും കൂടിയില്ല. മാത്രമല്ല ഇവൻ ഇന്ത്യയിൽ പോലുമല്ല, അങ്ങ് മലേഷ്യയിൽ നിന്നിട്ടാണ് ഈ തള്ളൊക്കെ തള്ളുന്നത്. ഇവനാണ് ഈ സിനിമയിലെ മെയിൻ വില്ലൻ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗാരുവിന്റെ ഡാഡിക്ക് പത്മശ്രീ കിട്ടുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഗാരുവിന്റെ ഡാഡിയും ഗാരുവിന്റെ നാട്ടിലെ വ്യവസായികളെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാവും. അങ്ങനെ ഡാഡിക്ക് പത്മശ്രീ കിട്ടിയ വാർത്ത അറിഞ്ഞതും ഗാരു നേരെ നാട്ടിൽ പോയി ഡാഡിയോട് കൺഗ്രാറ്റുലേഷൻസ് പറയുകയാവും. എന്നിട്ട് ഗാരുവും ഡാഡിയും കൂടി കർഷകരെ രക്ഷിക്കാൻ വേണ്ടി പുതിയൊരു പദ്ധതി തുടങ്ങുകയാണ്.
അതെന്താന്ന് വെച്ചാൽ ഗാരുവും ഡാഡിയും കൂടി നാട് മൊത്തം നടന്ന് ബക്കറ്റ് പിരിവ് നടത്തുക. അപ്പം നമ്മൾ വിചാരിക്കും ഇവന്മാര് പിരിച്ച് ഒരു 1-2 കോടിയൊക്കെ ആയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ അല്ല ഗൈസ്, ഇവന്മാര് പിരിച്ച് കിട്ടിയ എമൗണ്ട് 5000 കോടി രൂപയാണ്. അങ്ങനെ ഒരു ദിവസം ആ പിരിച്ചെടുത്ത 5000 കോടി ബാങ്കിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഗാരുവിന്റെ ഡാഡി ബാങ്കിൽ പോകും. ഈ സമയത്താണ് പട്ടാളക്കാരെ പറ്റിച്ചത് ന്യൂസ് ആക്കിയതിൽ ദേഷ്യം വന്ന വില്ലന്മാര് ഗാരുവിനിട്ട് ഒരു പണി കൊടുക്കുന്നത്. അവരാ ബാങ്ക് മാനേജറെ വെച്ച് ഗാരുവിന്റെ ഡാഡിയെ തട്ടും. അത് കഴിഞ്ഞ് അങ്ങരുടെ അക്കൗണ്ടിൽ 5000 കോടി തട്ടിയെടുത്ത് വില്ലന്മാരുടെ അക്കൗണ്ടിലേക്ക് തട്ടും. എന്നിട്ട് ആ കർഷകർക്ക് വേണ്ടി പിരിച്ച 5000 കോടി തട്ടിയത് ഗാരു ആണെന്നും പറഞ്ഞ് ഗാരുവിനെ ജയിലിലേക്കും തട്ടും. അങ്ങനെ ജയിലിലായ നമ്മുടെ ഗാരുവിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അവിടെയാണ് ഓരോ ഇന്ത്യക്കാരന്റെയും രോമകുപത്തെ വരെ പിടിച്ചു കുലുക്കിയ ആ ലോക പ്രശസ്ത ഡയലോഗ് പിറവിയെടുക്കുന്നത്. എടാ എന്തടാ ഇതിന്റെ അർത്ഥം? ഇങ്ങനെ ഗാരു ഓരോ പഞ്ച് ഡയലോഗും അടിച്ച് ജയിലിൽ അഴിയെണ്ണി കിടക്കുന്ന സമയത്താണ് ഗാരുവിന്റെ ഒരു ചിക്ക് ആ ചാനൽ 6ലെ റിപ്പോർട്ടർ ഈ കേസൊന്ന് അന്വേഷിക്കുന്നത്. അപ്പൊ അവൾക്ക് മനസ്സിലാവും ഇതിന്റെയൊക്കെ പിന്നിൽ ആ ബാങ്ക് മാനേജറും മറ്റു വില്ലന്മാരുമാണെന്ന്. അവൾ ഈ കാര്യം നേരെ പോയി നമ്മുടെ ഗാരുവിനോട് പറയും. ഈ കാര്യം അറിഞ്ഞതും അന്ന് രാത്രി തന്നെ ഗാരു ജയിലിൽ നിന്ന് ഇറങ്ങി ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു വേഷം കെട്ടി ആ ബാങ്ക് മാനേജറെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ്. ഈ വെള്ളാട്ടുപോക്കറിന്റെ വേഷമാണ് ആരും പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഗാരു ഇട്ടു വന്ന വേഷം. എന്തത് പാടത്ത് കോലയിട്ട് നിൽക്കാമോ? കോലോ ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ. അങ്ങനെ ബാങ്ക് മാനേജറുടെ അടുത്തെത്തിയ ഗാരു, എടാ പറയടാ, ആരൊക്കെ ചേർന്നാണ് എന്നോട് ഈ ക്രൂരത ചെയ്തത്? നിങ്ങളൊക്കെ കൂടി 5000 കോടി രൂപ എന്താ ചെയ്തേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അയാൾ തത്ത പറയുന്ന പോലെ പറയും, ഞങ്ങൾ മൊത്തം 6 ആൾക്കാർ ചേർന്നിട്ടാണ് നിന്റെ ഡാഡിയെ കൊന്നത്. എന്നിട്ട് ഞങ്ങൾ ആ പൈസ എടുത്ത് 6 ആൾക്കാരും ഓരോ ലെറ്റർ വെച്ച് ഒരു പാസ്വേഡ് ഉണ്ടാക്കി ആ പൈസയൊക്കെ എടുത്തൊരു ലോക്കറിൽ ഇട്ട് അങ്ങ് പൂട്ടി എന്ന് പറയും. മാത്രമല്ല അങ്ങയുടെ പാസ്വേഡ് ലെറ്റർ K ആണെന്നും അങ്ങ് പറയും. പാസ്വേഡ് എന്നടാ? അങ്ങനെ ആ ബാങ്ക് മാനേജറുടെ പാസ്വേഡ് കിട്ടിയതും ഗാരു അങ്ങനെ തട്ടു. എന്നിട്ട് പിന്നെയും ജയിലിൽ പോയിരിക്കും. അങ്ങനെ അടുത്ത ദിവസം ഗാരു അടുത്തയാളെ കൊന്ന് പാസ്വേഡ് കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത ഒരു വേഷം കെട്ടി ജയിൽ ചാടും. ഇപ്രാവശ്യം ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഗാരു കെട്ടിയ വേഷമാണ് എക്സോ ഡിഷ് വാഷിന്റെ സ്ക്രബ്ബർ ആയിട്ട് ഒരു ജാക്കറ്റ് തുന്നി മുടി വളർത്തിയ മജീഷ്യൻ സാമ്രാട്ടിനെ പോലെ. നീ എന്താ ഈ കത്തി വേഷത്തില്? എന്നാലും ഈ ജയിലിൽ നിന്ന് ഇറങ്ങി ഒരുത്തനെ കൊന്ന് തിരിച്ചു പോകുന്ന ഗ്യാപ്പില് ഈ സ്ക്രബ്ബറോണ്ട് ജാക്കറ്റ് തിന്നാനൊക്കെ ഇവിടുന്ന് സമയം കിട്ടുന്നതാ. സോ ഗൈസ്, ഇപ്പൊ കൊന്ന ആളുടെ പാസ്വേഡ് ആണ് 4. ഇനി നെക്സ്റ്റ് ഡേ അടുത്ത ആളെ കൊല്ലാൻ വേണ്ടി നമ്മുടെ ഗാരു ഒരു വമ്പൻ ഗെറ്റപ്പ് ചേഞ്ച് ആണ് നടത്തുന്നത്. ഇപ്രാവശ്യം കൊല്ലാനുള്ള ആള് ഒരു നരസിംഹ അമ്പലത്തിൽ പൂജയ്ക്ക് വന്നതാവും. അപ്പതവിടെ നരസിംഹ വിഗ്രഹത്തിന് പകരം നമ്മുടെ ഗാരു ഘോഷയാത്രയ്ക്ക് വേഷം കെട്ടി നിൽക്കുന്ന പോലെ നരസിംഹത്തിന്റെ വേഷം കെട്ടി വരും. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി വന്ന് അയാളെ പൊക്കിയെടുത്ത് കുത്തിക്കൊല്ലും. ഈ മരിച്ച ആളുടെ പാസ്വേഡ് ആണ് I. അമ്പലത്തിലെ ഭഗവാന്റെ വിഗ്രഹം പോയി ഇന്നലെ രാത്രി. ഇങ്ങനെ 3 ആൾക്കാരെ ജയിൽ ചാടി കൊന്നിരിക്കുന്ന സമയത്താണ് മറ്റേ കേസിൽ ഗാരു നിരപരാധിയാണെന്ന് തെളിഞ്ഞ കോടതി ഗാരുവിനെ ജയിൽ മോചിതനാക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ജയിലിൽ നിന്ന് ഇറങ്ങിയതും ഗാരു അടുത്ത വേഷവും കെട്ടിപ്പോയി ബാക്കി 3 ആൾക്കാരും കൊന്ന പാസ്വേഡ് മൊത്തം കിട്ടി 5000 കോടിയും തിരിച്ചെടുത്ത് പണം തീർക്കുമെന്ന്. അങ്ങനെ വിചാരിച്ചെങ്കിൽ നമുക്ക് തെറ്റി. കാരണം ഇതൊരു ഗാരു പടമാണ്. ഒരു ഗാരു പടത്തിന് മിനിമം വേണ്ട യോഗ്യതയാണ് 2 നായികമാരും അവരുമായൊരു ത്രീസം സോങ്ങും. യെസ് ഗൈസ്, ജയിലിൽ നിന്ന് ഇറങ്ങിയ ഗാരു മൂപ്പരുടെ 2 ചിക്സിനെയും കൂട്ടി ഒരു ത്രീസം ഡാൻസ് കളിക്കാൻ അങ്ങ് പോകും. ഈ പ്രായത്തിൽ എന്നാ ഒരു ഇതാ. ഈ ത്രീസം സോങ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ആ 2 പെണ്ണുങ്ങളും കൂടി ഗാരുവിന് വേണ്ടി തല്ലും പിടിയാണ്. സപ്പോസ് ഇതിലിപ്പോ ഗാരു ഒരു ചിക്കനോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിച്ചെന്ന് വിചാരിക്കും, മറ്റാൾക്ക് സങ്കടം വരും. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? അങ്ങനെ ഈ ത്രീസം ഡാൻസ് ഒക്കെ കഴിഞ്ഞതും ഗാരു ബാക്കിയുള്ള 3 ആൾക്കാരെയും കൊന്ന് പാസ്വേഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ്. ഒരുത്തനെ ഗാരു ബോംബിട്ട് കൊല്ലും. അവന്റെ പാസ്വേഡ് ആണ് N. അതിനുശേഷം അടുത്തയാളെ അങ്ങ് മലേഷ്യയിൽ പോയി കൊല്ലും. അവന്റെ പാസ്വേഡ് ആണ് A. ഇനി നമ്മുടെ ഗാരുവിന് ഒരൊറ്റ പാസ്വേഡ് മാത്രം കിട്ടിയാൽ മതി, മെയിൻ വില്ലൻ ശിവാജി മൊട്ടയുടെ. ബട്ട് ഗൈസ്, അത് കണ്ടുപിടിക്കാൻ നിൽക്കുമ്പോഴത്തേനും ആ വില്ലൻ ഗാരുവിന്റെ ഫാമിലിയെ കെട്ടിയിട്ട് ബോംബ് വെച്ചിരിക്കുകയാവും. എന്നിട്ട് ഗാരുവിനോട് പറയും, നീ ഇതുവരെ കണ്ടുപിടിച്ച 5 പാസ്വേഡ് ലെറ്റേഴ്സും എനിക്ക് പറഞ്ഞു തന്നിട്ട് നിന്റെ ഫാമിലിയും കൊണ്ട് പൊക്കോ, ഞാൻ 5000 കോടിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളാം എന്ന്. ഇത് കേട്ട് ഗതി കെട്ട ഗാരു അതിനങ്ങ് സമ്മതിക്കും. എന്നിട്ട് നമ്മുടെ ഗാരു മൂപ്പർക്ക് അറിയാവുന്ന ആദ്യ 3 ലെറ്റേഴ്സും അടിച്ച് വില്ലന് കൈമാറും. 4ാമത്തെ ലെറ്ററായ അവന്റെ പാസ്വേഡ് അടിക്കാൻ. അവിടെയാണ് ട്വിസ്റ്റ്. വില്ലന്റെ ലെറ്റർ അടിക്കുന്നത് ഗാരു പിന്നിലുള്ള ഗാരുവിന്റെ ഡാഡിയുടെ ഫോട്ടോയിൽ വന്ന റിഫ്ലക്ഷൻ വഴി മനസ്സിലാക്കും. യെസ് ഗൈസ്, ആ വില്ലന്റെ പാസ്വേഡ് ലെറ്റർ ആണ് S. അതെ, അവർ പോലും അറിയാതെ അടിച്ചുണ്ടാക്കിയ പാസ്വേഡ് ആണ് 4 കിസാൻ. தெரியாமலேயே நீங்க கிரியேட் பண்ண பாஸ்வேர்ட் 4 கிசான்.
അങ്ങനെ എല്ലാ പാസ്വേഡ് ലെറ്റേഴ്സും കിട്ടിയ ഗാരു ആ മൊട്ടേനെ എടുത്ത് ട്രാൻസ്ഫോമറിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് ആ പാസ്വേഡ് അടിച്ച് 5000 കോടി എടുത്ത് കർഷകർക്ക് കൊടുത്ത് നേരെ പോയൊരു ത്രീസം ഡാൻസ് കളിക്കും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസുതാരദാസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനുണ്ട് രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.